നന്ദി അജിനി ഡോക്ടറെ. എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 2095 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മളുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് ഡോക്ടർ റിജി റഷീദ്, BHMS, ചീഫ് ഫിസിഷ്യൻ, ഡോക്ടർ റിജീസ് ഹെൽത്ത് കെയർ, കാട്ടാക്കട, തിരുവനന്തപുരം. KSYCയുടെ മുൻ പ്രൊജക്ട് കോർഡിനേറ്റർ, 14 വർഷത്തെ ചികിത്സാനുഭവങ്ങൾ. കരളിന്റെ കാവൽ ഹോമിയോപ്പതിയിലൂടെ എന്ന വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നതിന് ഡോക്ടർ റിജി റഷീദിനെ സ്നേഹപൂർവ്വം സന്തോഷപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഡോക്ടർക്ക് ആരംഭിക്കാം. ഗുഡ് ഈവനിങ് ഓൾ. മാഡം ഓഡിബിൾ ആണോ? ഓഡിബിൾ ആണ്. ഓക്കെ. നമുക്കറിയാം ഈ ഒരു കാലഘട്ടത്തിൽ കരളിന്റെ രോഗങ്ങൾക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ളത് അറിയാം. കാര്യം ഒരു 10-30 വർഷം മുമ്പ് വരെയൊക്കെ എന്ന് വെച്ചാൽ വന്നിട്ട് നമുക്ക് ഫാറ്റി ലിവർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു 100 പേഷ്യൻസ് ഉണ്ടെങ്കിൽ ആ 100 പേഷ്യൻസിൽ വന്നിട്ട് ഒരു 80 അല്ലെങ്കിൽ 90% പേരും ആൽക്കഹോൾ എടുക്കുന്നത് കൊണ്ട്, ആൽക്കഹോളിക് ഇൻടേക്ക് കൊണ്ട് വരുന്ന കേസസ് ആണ് നമ്മൾ കൂടുതലും കണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ വന്നിട്ട് അങ്ങനെയല്ല. ഇപ്പൊ വന്നിട്ട് അലാമിംഗ് ആയിട്ട് നമ്മളുടെ ആ ഒരു റേറ്റ് കൂടിയിട്ടുണ്ട്. ഒരു 38% നമ്മളൊരു പോപ്പുലേഷൻ എടുക്കുമ്പോൾ ഒരു 38% വന്നിട്ട് ഈ കേസസ് കിട്ടുന്നുണ്ട്. അപ്പൊ അതിനകത്ത് തന്നെ വന്നിട്ട് 10 വയസ്സിന് മേലെയുള്ള കുട്ടികളും, അതായത് എബോവ് 10 ഇയേഴ്സിലും നമുക്ക് വന്നിട്ട് ഫാറ്റി ലിവർ അല്ലെങ്കിൽ എന്തെങ്കിലും ടൈപ്പ് ഓഫ് ലിവർ ഡിസീസ് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ നോർമലി ഓഫിൽ വരുന്ന ഒരു കേസ് ആണെങ്കിൽ പോലും നമ്മളൊരു USG അബ്ഡോമൻ വിട്ടില്ല എങ്കിൽ പോലും നമ്മൾ ടോട്ടൽ കൊളസ്ട്രോൾ, അതായത് ടോട്ടൽ കൊളസ്ട്രോൾ എലിവേറ്റഡ് ആയിട്ട് വരുന്ന ഒരു കേസ്, അല്ലെങ്കിൽ കുറച്ച് ഫാറ്റി അപ്പിയറൻസ് ഒക്കെ ഉള്ള ഒരാൾ ടോട്ടൽ കൊളസ്ട്രോൾ നോർമൽ ആണെങ്കിൽ പോലും നമ്മൾ ലിപ്പിഡ് പ്രൊഫൈലിന് വിടുമ്പോൾ, അപ്പൊ കൊളസ്ട്രോൾ വന്നിട്ട് മെലിഞ്ഞ ആൾക്കാരിൽ ഉണ്ടാവാൻ പാടില്ല എന്നല്ല, നമ്മൾ ലിപ്പിഡ് പ്രൊഫൈൽ വിടുമ്പോൾ അതില് ടോട്ടൽ കൊളസ്ട്രോളോ അല്ലെങ്കിൽ ട്രൈഗ്ലിസറൈഡോ LDL-ഓ ഇത് ഏതെങ്കിലും ഒക്കെ കൂടി ഇരിക്കുകയാണെങ്കിൽ, അതേസമയം നമ്മൾ ലിപ്പിഡ് പ്രൊഫൈലും കൂടെ LFT കൂടെ നമ്മൾ വിടുവാണെങ്കിൽ, അതിലും എലിവേറ്റഡ് ആയിരിക്കുകയാണെങ്കിൽ നിർബന്ധമായിട്ടും നമ്മൾ USG അബ്ഡോമൻ വിടുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഒന്നുകിൽ ഫാറ്റി ഇൻഫിൽട്രേഷൻ, ഫാറ്റി ഇൻഫിൽട്രേഷൻ അല്ലെങ്കിൽ ഗ്രേഡ് 1 ഗ്രേഡ് 2 അങ്ങനെ ഏതെങ്കിലും ഒരു തരത്തിലേക്ക് നമുക്ക് പോകുന്നത് കാണാൻ പറ്റും. അപ്പൊ ഇതിന്റെ ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു മോഡേൺ ലൈഫ് സ്റ്റൈൽ തന്നെയാണെന്ന് പറയേണ്ടി വരും. അതായത് നമ്മളെ കരളിൽ അടിഞ്ഞുകൂടുന്ന ആ കൊഴുപ്പ് വന്നിട്ട് ആക്ച്വലി നമ്മൾ ലൈഫ് ത്രെട്ടനിങ് ആയി മാറുകയാണ്. നമ്മുടെ ജീവന് തന്നെ അതൊരു ഭീഷണിയായി മാറുകയാണ്. അപ്പൊ നമ്മളുടെ മാറി വന്ന ഒരു ജീവിത ശൈലി അല്ലെങ്കിൽ ജീവിത സാഹചര്യം, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഫുഡിന്റെ ആ ഒരു ഇൻടേക്ക്, പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ബോഡിയിലെ മെറ്റബോളിസത്തിൽ വരുന്ന ഏറ്റക്കുറച്ചിലുകൾ, ഇതാണ് ആക്ച്വലി നമ്മൾ ഒരു ഫാറ്റി ലിവർ ഡിസീസിലേക്ക് കൊണ്ടുപോവുക. അപ്പൊ ഇതിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മൾ വന്നിട്ട് ഫാറ്റി ലിവർ എന്നതിനേക്കാൾ ഉപരി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, അതായത് മദ്യപാനം കൊണ്ടല്ലാത്ത ഫാറ്റി ലിവർ നമ്മൾ കണ്ടെത്തുന്ന ആ ഒരു റീസൺ എന്ന് പറയുന്നത്, ഒരു മഞ്ഞുമല നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ അതിന്റെ ഒരു ടിപ്പായിട്ട് മാത്രമേ, ആ ഒരു പോർഷനിൽ മാത്രമേ അത് കാണുന്നുള്ളൂ എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ ഉള്ളത്, നമ്മൾ എന്തിനാണ് ഹോമിയോപ്പതി തിരഞ്ഞെടുക്കുന്നത് എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. ഇപ്പം നമുക്കറിയാം ഡിഫറെന്റ് സിസ്റ്റംസ് ഓഫ് മെഡിസിൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്തുകൊണ്ട് ഹോമിയോപ്പതി തിരഞ്ഞെടുക്കുന്നു എന്ന് പറഞ്ഞാൽ, നമ്മൾ എപ്പോഴും അത് പേഷ്യന്റിന് കൺവേ ചെയ്ത് കൊടുക്കുന്നു. നമ്മൾ ഹോമിയോപ്പതി എന്താണ്, ബോഡി മാത്രമല്ല, നമ്മൾ ശാരീരിക, മാനസിക, വൈകാരിക തലം നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് രോഗത്തെ മാത്രമല്ല നമ്മൾ രോഗിയെയും കൂടെ കാണുന്നു. അപ്പൊ അവിടെ നമ്മളൊരു എക്സാമ്പിൾ പറയേണ്ടതെന്ന് പറഞ്ഞാൽ, 2 പേഷ്യൻസ് ഉണ്ട്, 2 വ്യക്തികളുണ്ട്, 2 പേർക്കും ഗ്രേഡ് 1 ഫാറ്റി ലിവർ ആണെന്ന് വെക്കുക, 2 പേരും IT വർക്കേഴ്സ് ആണെന്ന് വെക്കാം. അവിടെ വന്നിട്ട് ഒരാൾക്ക് അമിതമായ ദേഷ്യവും രാത്രി ഉറക്കമില്ലായ്മയും ഹൈപ്പോ ടെൻഷനും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള ഒരാളായിരിക്കാം. രണ്ടാമത്തെ ആള് വന്നിട്ട് ഒരു സൈലന്റ് ആയിട്ടുള്ള ഒരു ഗ്രീഫും എത്രയോ കാലമായിട്ട് ഇങ്ങനെ സപ്രസ് ചെയ്ത് ഒരു ഒരു ഐഡന്റിറ്റി ക്രൈസിസ് ഫേസ് ചെയ്യുന്ന ഒരാളായിരിക്കാം. ഒരു എക്സാമ്പിൾ, ഒരു ഐഡന്റിറ്റി ക്രൈസിസ് ഫേസ് ചെയ്യുന്ന ഒരാളായിരിക്കാം. അപ്പൊ അങ്ങനെ നമ്മൾ ഇങ്ങനെയാണ് ഹൗ വി ഡിഫറൻഷിയേറ്റ്. അതായത് ആ ഡിഫറൻഷിയേഷൻ വന്നിട്ട്
ഒരു സ്കാൻ റിപ്പോർട്ടിലോ അല്ല എങ്കിൽ ബ്ലഡിലെ ടൈറ്റേഴ്സിൽ മാത്രമേ ഉള്ളൊരു ഡിഫറൻസ് അല്ല. നമ്മളുടെ ആ ഡിഫറൻസ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫിസിക്കലി, മെന്റലി, ഇമോഷണലി ആണ്. അപ്പൊ അത് നമ്മൾ ഫസ്റ്റ് വരുമ്പോൾ തന്നെ അത് പറഞ്ഞ് മനസ്സിലാക്കാം. പിന്നെ വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ അസോസിയേറ്റഡ് കംപ്ലൈന്റ്സ് ആണ്. അപ്പൊ കോമോർബിഡാലിറ്റീസ് ഉണ്ട് ഫാറ്റി ലിവറിന്റെ. അപ്പൊ ഈ ഫാറ്റി ലിവർ, അതായത് ഫാറ്റി ലിവർ ഡയഗ്നോസ് ചെയ്ത് സ്കാനിൽ ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ മാത്രം എന്നുള്ളതല്ല, നമുക്ക് ആ കോമോർബിഡാലിറ്റീസ് കുറേയൊക്കെ കേട്ട് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോ ഒരു ഹെയർ ഫോൾ കേസ് ആണെന്ന് വെക്കുക. അത് നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ ആ പേഷ്യന്റിനെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല വണ്ണമുണ്ട് പേഷ്യന്റിന്, ഒരു ഒറ്റപ്പെട്ട ജീവിതം, അതായത് ഒരു സെഡൻറ്ററി ലൈഫ് ആണെന്ന് വെച്ചാൽ, ഒരു ഹോർമോണൽ ഇംബാലൻസ് ഉണ്ട്, പിന്നെ ക്രോണിക് ആയിട്ട് നമ്മൾ ആ കേസ് എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രത്തോളം സ്ട്രെസ് അവർക്കുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. പിന്നെ എന്തെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ ഇമോഷണൽ ട്രോമ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു പുവർ ഡൈജഷൻ ഉണ്ടായിരിക്കാം. ഇങ്ങനെ അവർ ചിലപ്പോൾ ആക്ടിവിറ്റി ആയിരിക്കാം നമ്മുടെ അടുത്തേക്ക് വരിക. എന്തിനാണോ അവർ വരുന്നത് അത് മാത്രമല്ല, നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു അസോസിയേറ്റഡ് കംപ്ലൈൻസോ അല്ലെങ്കിൽ പ്രസന്റിങ് ഇൽനെസ്സോ വെച്ചിട്ട് അവർക്ക് ഇങ്ങനെ ഒരു ലിവർ പ്രോബ്ലം ഉണ്ടോ, ഒരു അണ്ടർലൈൻ കോസ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ നമ്മൾ ടെസ്റ്റ് വിടുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ടെസ്റ്റിനകത്ത് വേരിയേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ പേഷ്യന്റിന്റെ ട്രസ്റ്റ് പൂർണ്ണമായിട്ടും നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അതായത് പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും അത് അങ്ങനെ തന്നെയാണ്. നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഒരാള് എന്ത് രോഗത്തിനാണോ വന്നത് ആ രോഗം ചികിത്സിക്കുക എന്നതുപോലെ തന്നെ പ്രധാനമാണ് മറ്റൊരു രോഗത്തിലേക്ക് അയാൾ പോവാതിരിക്കുക. അല്ലെങ്കിൽ തിരിച്ചറിയപ്പെടാത്ത എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ അത് നമ്മൾ കണ്ടെത്തി കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഹോമിയോപ്പതിയിൽ പിന്നെ നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് മാനസിക ഘടകങ്ങൾക്ക് നമ്മൾ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അത് ഹോമിയോ ട്രീറ്റ്മെന്റ് എടുക്കാൻ വരുന്ന പേഷ്യൻസിന് അറിയാമെങ്കിൽ പോലും നമ്മളത് എക്സ്പ്രസ് ചെയ്യേണ്ടതാണ്. അതായത് അവരുടെ ആൻസൈറ്റി, അവരുടെ ഓവർ തിങ്കിങ്, അവരുടെ ഡിസപ്പോയിന്റ്മെന്റ്, അവരുടെ ഡിപ്രഷൻ, അവരുടെ റിലേഷൻഷിപ്പ് സ്ട്രെസ്, പിന്നെ എന്താ പറയാ സ്ലീപ്പ് സൈക്കിളിലെ ഡിഫറൻസ്, അല്ലെങ്കിൽ ഫുഡ് ഹാബിറ്റ്സിലെ ഡിഫറൻസ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പൊ അത് നമ്മൾ അത് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാല് നമ്മൾ ഹോമിയോ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ കുറിച്ച് പൊതുവെ ഡോക്ടേഴ്സ് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ അറിയോ, അതായത് എന്നെ കേൾക്കാൻ എന്റെ ഡോക്ടർ എടുത്ത സമയം, അതായത് എന്നെ കേട്ടിരിക്കാൻ എന്റെ ഡോക്ടർ എനിക്ക് തന്നൊരു സമയം എന്നുള്ളതുണ്ട്. അത് വന്നിട്ട് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതായത് എന്റെ ജീവിതം മുഴുവനും കേട്ട ശേഷമാണ്, അല്ലെങ്കിൽ എന്റെ പ്രശ്നങ്ങളെല്ലാം കേട്ട ശേഷമാണ് ഡോക്ടർ എനിക്ക് മരുന്ന് തന്നത് എന്നുള്ളൊരു ഫീൽ ഉണ്ടല്ലോ, ആ ഒരു കോൺഫിഡൻസ്. അതായത് നമ്മൾ റെമഡി സെലക്ട് ചെയ്യുന്നതും നമ്മൾ മരുന്ന് കൊടുക്കുന്നതും ആ പേഷ്യന്റിൽ അതിൽ വ്യത്യാസം വരുന്നതും ഒക്കെ മുമ്പായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ മുന്നിലേക്ക് വരുന്ന ആള് അയാളുടെ അസുഖം എന്താണ്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ ആയി, എന്തുകൊണ്ട് ഇങ്ങനെ വന്നു, നിങ്ങൾ ഇത്ര നാള് ചികിത്സിച്ചിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു ഗ്രേഡിൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ഗ്രേഡിൽ നിന്ന് പുറകിലേക്ക് പോകാൻ സാധിക്കാതിരുന്നത്, നിങ്ങൾക്ക് റിവേഴ്സ് ചെയ്തെടുക്കാൻ സാധിക്കാതിരുന്നത്. അതാണ് നമ്മൾ ആദ്യം കൊടുക്കേണ്ട ഉത്തരം. ആ ഉത്തരം കൊടുക്കുമ്പോഴും നമ്മളുടെ ഒരു പ്രൊഫഷണൽ ഡിഗ്നിറ്റി നമ്മൾ കൃത്യമായിട്ടും സൂക്ഷിക്കണം, അല്ലെങ്കിൽ കൃത്യമായിട്ടും പാലിക്കണം. അതായത് എല്ലാ സിസ്റ്റം ഓഫ് മെഡിസിനും അതിൻ്റെതായിട്ടുള്ള പ്രോസ് ആൻഡ് കോൺസ് ഉണ്ട്. ബിക്കോസ് മോഡേൺ മെഡിസിൻ അതിൻ്റെതായിട്ടുള്ള മേന്മയുണ്ട്, പോരായ്മയുണ്ട്. നമ്മളുടെ മെഡിസിൻ ഇപ്പൊ നമ്മുടെ ക്ലിനിക്കിൽ പെട്ടെന്ന് ഒരു എന്താ പറയാ അറ്റാക്ക് ആയി വന്നു, അല്ലെങ്കിൽ ആക്സിഡന്റ് ആയി വന്നു, അല്ലെങ്കിൽ എല്ല് പൊട്ടി വന്നു, നമ്മൾ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് റെഫർ ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു പ്യോർ സർജിക്കൽ കേസ് വന്നു, അല്ലെങ്കിൽ അത് ഇരുന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ക്യാൻസറസ് ആണ്, എന്നാൽ മാലിഗ്നൻസി ഉണ്ട് എന്ന് തോന്നുന്ന ഒരു കേസ്, അല്ലെങ്കിൽ അവർക്ക് ലൈഫ് ത്രെറ്റനിങ് ആണെന്ന് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കേസ്, നമ്മളത് കൃത്യമായിട്ട് നമ്മൾ റെഫർ ചെയ്യാറില്ലേ? ആ ചെയ്യുന്ന റെഫറൻസ് എന്ന് പറയുന്നതാണ് നമ്മൾക്ക് കിട്ടുന്ന ഒരു റെസ്പെക്ട് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഫാറ്റി ലിവർ കേസസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏത് സ്റ്റേജ് ആണ്, എത്രത്തോളം സിംറ്റംസ് ഉണ്ട്, ആ പേഷ്യന്റിന്റെ ഡേ ടു ഡേ ലൈഫ് അല്ലെങ്കിൽ നോർമൽ ലൈഫിൽ അത് എത്രത്തോളം അഫക്ട് ചെയ്യുന്നു എന്നൊക്കെ ഉള്ള ഒരു കാര്യമാണ്. പിന്നെ ഇപ്പോഴും നമ്മളെ പുതിയ തലമുറയിലെ കുട്ടികളുണ്ടല്ലോ, അവരോട് നമ്മൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ പലപ്പോഴും കുട്ടികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്റെ ഫുഡ് ഹാബിറ്റ്സ് ഒക്കെ അറിയിച്ചിട്ട് എന്തിനാ, എന്റെ ഇഷ്ടവും അനിഷ്ടവും ഒക്കെ ചോദിക്കുന്ന എന്തിനാ, വൈ യു ആർ ആസ്കിങ് മൈ പേഴ്സണൽ തിങ്സ്. ഓക്കെ, ഒരു എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിൽ കുറെ പേര് ചോദിക്കുന്ന ചോദ്യമാണ്,
അല്ലെങ്കിൽ പാരന്റ്സിനോട് പോയി കംപ്ലൈന്റ് പറയുന്ന ഒരു കാര്യമാണ്. ബിക്കോസ് ഷി ആസ്ക് മീ മൈ വെരി പേഴ്സണൽ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഹൗ ക്യാൻ ഐ ആൻസർ? ഓക്കെ, അപ്പൊ അതിന് ഞാൻ പറയുന്ന ഒരു മറുപടി എന്ന് പറഞ്ഞാൽ, ഐ ആം ദ പേഴ്സൺ ടു ആസ്ക് യു ബിക്കോസ് യു ആർ ഹിയർ ഫോർ എന്താ പറയുക, ടു അലിവിയേറ്റ് യുവർ സിംറ്റംസ്. ഓക്കെ, യു ആർ ഹിയർ ഫോർ, ഞാൻ എന്താ പറയുക, ഇപ്പൊ പെൺകുട്ടികളാണ് വരുന്നെങ്കിൽ ഞാൻ പറയാറുണ്ട്, യു ആർ ഹിയർ ടു ബിക്കം ഫോർ എ ട്രാൻസ്ഫോർമേഷൻ ഫ്രം ഷീ ടു സൂപ്പർ ഷീ. ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റിലേക്ക് അവർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അല്ലാതെ അവരുടെ ആ ഒരു പേഴ്സണൽ ലൈഫിലേക്കുള്ള നമ്മളുടെ ഒരു എത്തിനോട്ടം അല്ല എന്നുള്ളത് അതും ക്ലിയർ ആയിട്ട് കൺവിൻസ് ചെയ്യേണ്ടത് നമ്മളുടെ ഒരു ആവശ്യകതയാണ്. ഞാനൊരു കേസ്, ഒരു IT പ്രൊഫഷണലാണ്, സ്വാഭാവികമായിട്ടും സെഡൻഡറി ലൈഫ് സ്റ്റൈലുള്ള ആളാണ്. പിന്നെ വന്നിട്ട് എന്താ പറയാ, കൊക്കക്കോള, ഷവർമ, പെപ്സി അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങൾ ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടുന്ന ഫുഡൊക്കെ എടുത്തുകൊണ്ടിരുന്ന ഒരു കുട്ടിയാണ്. അപ്പം USC വന്നിട്ട് ഗ്രേഡ് 2 ഫാറ്റി ലിവർ ആണ്, ആസിഡിറ്റി ഉണ്ട്, അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ കോൺസ്റ്റിപ്പേഷൻ വരുന്ന സമയത്ത്, സിവിയർ കോൺസ്റ്റിപ്പേഷൻ വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ലാക്സേറ്റീവ്സ് എടുക്കാറുണ്ട്. ബിസാക്കോടയിലോ അതുപോലെ എന്തെങ്കിലുമൊക്കെ എടുക്കാറുണ്ട്. അപ്പൊ ആ എടുക്കുന്ന സമയത്ത് ബെറ്റർ ആയിരിക്കും. അതില് ഒരു മെയിൻ്റനൻസ് വീണ്ടും അങ്ങനെ വരുന്ന സമയത്ത് അങ്ങനെ എടുക്കാറുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ രാവിലെ എണീക്കാൻ വന്നിട്ട് ബുദ്ധിമുട്ടുണ്ട്, ചെറിയ കാര്യങ്ങളിൽ പോലും ശ്രദ്ധിച്ച് ചെയ്യാൻ പറ്റുന്നില്ല, പിന്നെ എപ്പോഴും ഒരു സ്ഥലത്ത് ഇരുന്നിട്ടുള്ള ജോലി, ബാക്കി കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഞാൻ കേസ് അപ്പൊ അങ്ങനെയൊക്കെയാണ് പേഷ്യന്റ് വന്നിട്ട്, കേസ് എന്റെ കയ്യിലുള്ളത്, അങ്ങനെ പേഷ്യന്റ് വന്നിട്ട് പറഞ്ഞു. അപ്പൊ ആ കേസിൽ നമ്മൾ എന്താ ചെയ്തതെന്ന് പറഞ്ഞാല്, ആ കേസ് എടുത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യം തന്നെ, ഒരു ഡോമിനന്റ് ആയിട്ടുള്ള മയാസം നമ്മൾ നോക്കുകയാണെങ്കിൽ സൈക്കോസിസ് ആണ് വന്നത്, എന്നാൽ സോറ അണ്ടർലൈങ് ആയിട്ട് ഉണ്ടതാണ്. പിന്നെ റൂബ്രിക്സിൽ ഞാൻ റൂബ്രിക്സ് നോക്കി ട്രീറ്റ് ചെയ്യുന്ന ഒരാളല്ല, പക്ഷെ ക്ലാസ്സസിൽ ഇടയ്ക്ക് ഇങ്ങനെ റൂബ്രിക്സ് ഏതെടുത്തു അല്ലെങ്കിൽ എങ്ങനെയാന്ന് ചോദിക്കുന്നത് കൊണ്ട് റൂബ്രിക്സ് ആഡ് ചെയ്തതാണ്. അപ്പൊ മൈൻഡ് വന്നിട്ട് ആൻസൈറ്റി അബൌട്ട് ഹെൽത്ത് ആണ്, ലിവറിനകത്ത് വന്നിട്ട് പെയിൻ, ഡൾ, റൈറ്റ് ഹൈപ്പോകോൺട്രിയം. ഓക്കെ, പിന്നെ പേഷ്യന്റിന്റെ സസെപ്റ്റിബിലിറ്റി നമ്മൾ നോക്കുമ്പോൾ മോഡറേറ്റ് ആണ്, അപ്പം ഒരു മീഡിയം പൊട്ടൻസി മതിയാവുമായിരിക്കുമല്ലോ. എന്നിട്ട് ഡയറ്റ് ആൻഡ് റെജിമെൻ നമ്മൾ ഓൾറെഡി ഡയറ്റ് ആൻഡ് റെജിമെൻ പറയുമ്പോഴും നമ്മൾ അപ്പോഴും പേഷ്യന്റിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഹോമിയോ മെഡിസിന് നിങ്ങൾക്ക് ഞങ്ങൾ തരുന്ന ഇൻഡിവിജ്വലൈസ്ഡ് അല്ലെങ്കിൽ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് നമ്മൾ പ്രിന്റ് എടുത്ത് കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ അല്ലാതെ സോഫ്റ്റ് കോപ്പി കൊടുക്കാറുണ്ട്. അത് കൊടുക്കുമ്പോഴും നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഹോമിയോപ്പതിയിൽ നിങ്ങൾക്ക് പഥ്യമില്ല, അല്ലെങ്കിൽ മദ്യം അല്ലെങ്കിൽ ഒന്ന് തെറ്റിച്ചു കഴിഞ്ഞാൽ മറുപഥ്യം, അങ്ങനെ ഒരു ഇതില്ല. പിന്നെ പ്രിഫറബിളി നിങ്ങൾ കോഫി എടുക്കാതിരിക്കുകയാണെങ്കിൽ ദാറ്റ്സ് ഫൈൻ. പിന്നെ പറയുന്നത് എന്താ വെച്ചാല്, നമ്മൾ പറയുന്ന എന്തെങ്കിലും ഒന്നോ രണ്ടോ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്താൽ നന്നായിരുന്നു. ബാക്കി നമ്മൾ അവോയ്ഡ് ചെയ്യാൻ പറയുന്നതൊക്കെ ഫോർ യുവർ ഡിസീസ് ഉള്ളൂ. ഓക്കെ, നിങ്ങളുടെ അസുഖത്തിനാണ്, അത് നിങ്ങൾ എടുക്കാതിരുന്നാൽ നിങ്ങൾക്ക് അത്രയും നല്ലതാണ്. ഇത് നമ്മളെ മെഡിസിനുമായിട്ട് മറ്റു ബന്ധങ്ങളില്ല എന്നുള്ള രീതിയിലാണ് പറയാറുള്ളത്. ഫ്രൈഡ് ഫുഡ്സ് അവോയ്ഡ് ചെയ്യുക, അതുപോലെ തന്നെ ഏർലി ഡിന്നർ, പിന്നെ എന്താ ഡീഹൈഡ്രേഷൻ ബോഡിയിൽ ഉണ്ടാവരുത്, എക്സസൈസ് മസ്റ്റ് ആണ്. കാര്യം പറഞ്ഞാൽ ബോഡിയിൽ എടുക്കുന്ന ഒരു എക്സ്ട്രാ കാലറീസ് അത് പോണമല്ലോ, അങ്ങനെയൊക്കെ പറയാറുണ്ട്. പിന്നെ ഇത് എന്താ യോഗയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഭുജംഗാസന എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് കുറച്ച് നല്ലതാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെ വന്നിട്ട് നമ്മളിപ്പോ അഫോറിസം ബേസിൽ നോക്കുവാണെങ്കിൽ നമുക്കറിയാം, നമ്മൾ ഓർഗനോഫോൺ ഓഫ് മെഡിസിനിൽ വന്നിട്ട് നമ്മൾ ഏത് അഫോറിസം ആണെങ്കിലും ഫുഡ് നോട്ട് ആണെങ്കിലും അവിടെ വന്നിട്ട് ലിവർ കംപ്ലൈൻസിന് അല്ലെങ്കിൽ ഫാറ്റി ലിവറിന് അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസിന് എന്ന് പറഞ്ഞിട്ട് ഒരു റെമഡി അല്ലെങ്കിൽ ഒരു സജഷൻ നമുക്ക് അവിടെ കിട്ടില്ല. എന്നാലും നമുക്ക് ഒരു അഫോറിസം 5 നോക്കുവാണെങ്കിൽ, ഫിസിഷ്യൻ മസ്റ്റ് നോ വാട്ട് ഇസ് ടു ബി ക്യൂർഡ്, എന്താണ് ഒരാൾ പറയുന്നതിൽ ക്യൂർ കൊടുക്കേണ്ടത് എന്നുള്ളത് ഫിസിഷ്യൻ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് അഫോറിസം 5 പറയാം. അപ്പൊ നമ്മൾ ഇവിടെ ഒരു ഓവറോൾ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈലിന്റെ കറക്ഷൻ, അതുപോലെ തന്നെ അയാളുടെ ഡൈജഷനും അയാളുടെ സ്ലീപ്പും ഇംപ്രവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെഡിസിൻ നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ അവിടെ നമുക്ക് ഡിഫറൻസ് വരും എന്നുള്ളതാണ്. ഈ കേസിൽ വന്നിട്ട് നക്സോമിക് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്, നക്സോമിക്. പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് ഒരു 4 വീക്സ് വരെ നക്സോമിക് ആണ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ടിങ്ചേഴ്സിലും ബാക്കി കാര്യങ്ങളിലൊക്കെ ആയിട്ട് നമ്മൾ ചേഞ്ച് ആയി വന്നത്. രണ്ടാമത്തെ കേസ്
വന്നിട്ട് പിന്നെ ഞാൻ ഈ കേസൊക്കെ അവർ പറഞ്ഞു പോകുമല്ലോ, അതിൽ കുഴപ്പമില്ലാന്ന് തോന്നുന്ന കേസിനൊക്കെ എന്തെങ്കിലുമൊക്കെ കുത്തിക്കുറിക്കാറുണ്ട്. ഓക്കെ. അപ്പൊ ഈ രണ്ടാമത്തെ കേസിന് വന്നിട്ട് ഞാൻ അതിന്റെ മേലെ എഴുതിയിരിക്കുന്നതാണ് പഴയ പ്രണയത്തിന്റെ ഓർമ്മയിൽ എന്നാ ഞാൻ ആ കേസ് ഷീറ്റിൽ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ നോക്കുവാണെങ്കിൽ കാണാം. പഴയ പ്രണയത്തിന്റെ ഓർമ്മയിൽ എന്ന് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതിനകത്ത് അവരിങ്ങനെ സംസാരിക്കുമ്പോൾ ഇവര് എന്ത് പറഞ്ഞാലും അവര് ആ ഓർമ്മകളിൽ ജീവിക്കുന്നതായിട്ട് ആണ് നമുക്കത് ഫീൽ ചെയ്യാം. 29 years ആണ്. ഒരു ഡിവോഴ്സ് കഴിഞ്ഞിട്ട് 4 വർഷം എങ്ങാണ്ടാണ് ആയത്. അപ്പൊ ഇവർക്ക് വന്നിട്ട് ഫാറ്റി ലിവർ ഉണ്ട്, അതുപോലെ തന്നെ മൈഗ്രെയിൻ ഉണ്ട്, ഹെയർ ഫോൾ ഉണ്ട്, പിന്നെ രാത്രിയൊക്കെ ഇരുന്ന് ഒറ്റയ്ക്ക് കരയുക, പിന്നെ പെട്ടെന്നൊന്നും ഇങ്ങനെ ആരോടും അങ്ങനെ ഒരു മനസ്സ് തുറക്കാത്തൊരു പ്രകൃതം, അങ്ങനെയാണ് നമുക്കത് ഫീൽ ചെയ്തത്. അപ്പൊ അങ്ങനെ വരുന്നുണ്ട്. പക്ഷെ എന്നാലും നമ്മളിങ്ങനെ കുത്തി കുത്തി വീണ്ടും വീണ്ടും ചോദിക്കുന്ന ടൈമിൽ സ്വാഭാവികമായിട്ടും എന്തെങ്കിലുമൊക്കെ പറയുമല്ലോ, അല്ലെങ്കിൽ നമ്മൾ ആർട്ട് ഓഫ് കേസ് ടേക്കിംഗ് എന്ന് പറയുന്നത് അവിടെയാണല്ലോ. അപ്പൊ ഈ പഴയ പ്രണയത്തിന്റെ ഓർമ്മയിൽ എന്ന് ഞാൻ എഴുതിയിടാനുള്ള കാരണം എന്ന് പറഞ്ഞാല് ഞാൻ അവർക്ക് നാട്രമോറാണ് കൊടുത്തത്. അപ്പം നാട്രമോറ് കൊടുത്തു. ആദ്യം ഒന്നും സംഭവിച്ചില്ല. പക്ഷെ നമ്മൾ സാധാരണഗതിയിൽ കൊടുക്കുമ്പോൾ ഒരു ഫസ്റ്റ് 10 days നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കുന്നതാണ്. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. ഒരു 2 weeks ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് മെസ്സേജ് വന്നത്, ഡോക്ടറെ ഞാനിപ്പോ കുറച്ച് കൂളാണ്, ഹാപ്പിയാണ്, എനിക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്, പിന്നെ ഡോക്ടർ പറഞ്ഞ പോലെ ഈ പ്രസന്റിലാണ് ജീവിക്കേണ്ടത്, അങ്ങനത്തെ ഒക്കെ ഒരു തോട്ട് പ്രോസസ്സിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ലിവർ റെമഡീസ് പറയുമ്പോൾ ഇപ്പൊ നമുക്ക് എന്താ പറയാ സെലിഡോണിയ ഉണ്ട്, കാർഡസ് ഉണ്ട്, ഫിയനാൻഡസ് ഉണ്ട്, നമ്മള് അല്ലെങ്കിൽ കാൽമേഗ് ഉണ്ട്. അപ്പൊ നമ്മള് അതിലേക്കൊക്കെ പോകുമ്പോൾ നമ്മളൊരു എന്താ പറയാ ചില കേസസിൽ നമുക്ക് ഡ്രോപ്സ് കൂടുതലായിട്ട് ഉപയോഗിക്കും. 14 ഡ്രോപ്സ് ഉപയോഗിക്കുന്ന കേസസ് ഉണ്ടാവും, 20 ഉപയോഗിക്കുന്ന കേസസ് ഉണ്ടാവും, 5 ഡ്രോപ്സ് ഉപയോഗിക്കുന്ന കേസസ് ഉണ്ടാവും. ഇറ്റ് ഡിപ്പെൻസ് ആണ്. അതെ, ചില പേഷ്യൻസിന് എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി കൊടുക്കും. ഈ ലിവർ റെമഡീസിൽ മാത്രമാണ് അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ നോർമലി കൊടുക്കുന്ന മെഡിസിൻസ് ആണെങ്കിൽ പോലും ടിഞ്ചറിന്റെ അളവ് കൂടുമ്പോൾ അവർക്ക് വന്നിട്ട് നോർമലി ഉള്ള ആൾക്കാരെക്കാൾ കൂടുതൽ ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ, അല്ലെങ്കിൽ അവർക്ക് കോൺസ്റ്റിപ്പേഷൻ, ഡയേറിയ, അങ്ങനെയൊക്കെ ചിലത് അസോസിയേറ്റഡ് കംപ്ലൈൻസ് പോലെ പറയാറുണ്ട്. അപ്പൊ നമ്മൾ വന്നിട്ട് ആ ഒരു ഡോസേജ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തെടുക്കുക, അത് മനസ്സിലാക്കി എടുക്കുന്നത് വരെ ഒരു മൈൽഡർ ഡ്രോപ്സിൽ പോകുന്നത് നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. പിന്നെ ഉള്ളത് ഇനി അടുത്ത കേസ് എന്ന് പറഞ്ഞാല് എന്നിട്ട് ഒരു ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് ഉള്ള കേസാണ്. അതും വന്നിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ഇമോഷണൽ സപ്രഷൻ ആ കേസിലും ഉണ്ട്. അത് വന്നിട്ട് ഒരു 40 year ആയിട്ടുള്ള മെയിലാണ്. അയാൾക്കൊരു 16-17, അച്ഛൻ കുടിക്കുമായിരുന്നു. അപ്പൊ ഒരു 16-17 വയസ്സ് മുതൽ തന്നെ നന്നായിട്ട് അടിക്കുന്ന കൂട്ടത്തിലാണ്. നന്നായിട്ട് അടിക്കുന്ന കൂട്ടത്തിലാണെന്ന് പറഞ്ഞാൽ നമ്മള് വന്നിട്ട് കേൾക്കാവോ? നമ്മൾ വന്നിട്ട് എത്ര പെഗ്ഗൊക്കെ ഉപയോഗിക്കുമെന്ന് ചോദിക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് പുള്ളി പറഞ്ഞെന്ന് പറഞ്ഞത് അപ്പൊ ഡോക്ടറും കഴിക്കുമോ എന്നൊക്കെ ചോദിക്കുന്ന തരത്തിലേക്കുള്ള ആ ഒരു അങ്ങനെ ഒരു ചേട്ടനാണ്. അപ്പൊ ഇതിനകത്ത് പിന്നെ പുള്ളി കുറച്ചും കൂടെ എന്താ പറയാ, ഞാൻ കുടിക്കും എന്നുള്ളത് അല്ലെങ്കിൽ ഞാൻ ഇത്രയും വർഷമായിട്ട് ഞാൻ കഴിക്കും എന്നുള്ളതിൽ കുറച്ച് പ്രൗഡായിട്ട് ഫീൽ ചെയ്യുന്ന ഒരാളാണ്. കഴിക്കുന്നത് ഒരു തെറ്റായിട്ടേ തോന്നുന്ന ഒരാളല്ല, അങ്ങനത്തെ ആ ഒരു ഫീലുള്ള ഒരാളാണ്. നമ്മൾ മനസ്സെടുക്കുമ്പോൾ നമുക്ക് കിട്ടിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പുള്ളിക്ക് എന്ന് വെച്ചാൽ ഒരു ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ടെൻഡൻസിയാണ്. നമ്മളായിട്ട് നന്നായിട്ട് വർത്താനമൊക്കെ പറയുമ്പോഴും അതങ്ങനെ ഒരു സ്നേഹം കൊണ്ടോ അങ്ങനൊന്നുമല്ല, ഒരു ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ടെൻഡൻസി. പിന്നെ അതിനകത്ത് റൂബിക്സ് ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്തതെന്ന് വെച്ചാൽ മൈൻഡ് റിമോസ്, ലിവർ എൻലാർജ്ഡ് പെയിൻഫുൾ, അതാണ് നമ്മൾ എടുത്തത്. പിന്നെ സസെപ്റ്റബിലിറ്റിയുടെ കേസിൽ ഇവിടെയും ലോ ആണ്. ഒരു കോഷ്യസ് ആയിട്ടുള്ള ഡോസിങ് ആണ് നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം എന്നുള്ളൊരു ഫീലിലേക്കുള്ളത്. പിന്നെ സ്വാഭാവികമായിട്ടും ഒരു ഹൈ ഫൈബർ ഡയറ്റും അതുപോലെ തന്നെ ആൽക്കഹോള് എടുക്കാതിരിക്കുക, അല്ലെങ്കിൽ ആൽക്കഹോളിനെ ഉപയോഗിക്കരുത്. ഇനി ഉപയോഗിച്ചു കഴിഞ്ഞാൽ അടുത്ത് എന്ത് സംഭവിക്കും എന്നൊക്കെ നമുക്ക് പറയാമെന്നുള്ളതേ ഉള്ളൂ. പേഷ്യന്റിന് ഈ എന്താ പറയാ ഡ്രഗ് അബ്യൂസും അതുപോലെ തന്നെ ആൽക്കഹോൾ ഇൻടേക്കും ഉള്ള ആൾക്കാർ നമ്മളെ അടുത്തേക്ക് വരുമ്പോൾ
നമ്മൾ 1 മണിക്കൂറല്ല, 5 മണിക്കൂറല്ല, 10 മണിക്കൂർ ചെലവഴിച്ചിട്ടാണെങ്കിലും അവരോട് അതിന്റെ ദൂഷ്യഫലങ്ങളോ മറ്റു കാര്യങ്ങളോ ഒക്കെ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉള്ളതായി തോന്നാറില്ല. അപ്പൊ നമ്മളിവിടെ ക്ലിനിക്കിൽ എന്താ ചെയ്യാറെന്ന് പറഞ്ഞാല് ഇവരെ നിർത്താതെ എങ്ങനെയെങ്കിലും ഇവരെ ഛർദിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് ഒരാഴ്ച അങ്ങ് ഛർദിക്കുക, ആ പിന്നെ ഇതിന്റെ മണം കേൾക്കുമ്പോൾ പിന്നെ അത് എടുക്കാതിരിക്കുക എന്നുള്ളൊരു തരത്തിലേക്ക് അവരെ എത്തിക്കുക എന്നുള്ള രീതിയാണ് നമ്മൾ ക്ലിനിക്കിലേക്ക് ഫോളോ ചെയ്യുക. അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്ക് പിന്നെ തോന്നാന്ന് വെച്ചാൽ അതായത് ഒരു വൊമിറ്റിംഗ് അല്ലെങ്കിൽ ഒരു നോസിയേറ്റഡ് ഫീൽ അവരുടെ ഉള്ളിൽ ഉണ്ടാവും. അപ്പൊ നമ്മൾ മെഡിസിൻ കൊടുക്കുന്ന ടൈമിൽ തന്നെ അത് മെൻഷൻ ചെയ്യാറുണ്ട്. സോ ഫോർ ദ കമ്മിങ് 10 days ഓർ ഫോർ ദ കമ്മിങ് 3 weeks യു വിൽ ഫീൽ ലൈക്ക് ദിസ്. ഓക്കെ, അങ്ങനെ നമ്മൾ പറഞ്ഞു വിടാറുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും പിന്നെ ഇവർക്കും ഈ പറഞ്ഞ പോലെ ഒരു ജെന്റിൽ ബ്രീത്തിങ്ങോ മെഡിറ്റേഷനോ എക്സസൈസോ ഒക്കെ ഇവരിൽ അങ്ങനെ ആക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഇവരെ ക്ലിനിക്കിലേക്ക് വരാൻ പറയാറാണ് ചെയ്യുന്നത്. ആദ്യത്തെ മരുന്ന് കയ്യിലുണ്ടാവും, പക്ഷെ നമുക്ക് നോക്കണം, അറിയണം. അപ്പൊ ആദ്യത്തെ 5 ദിവസം അല്ലെങ്കിൽ 7 ദിവസം നമ്മൾ 2 നേരം ക്ലിനിക്കിൽ വരുത്താറാണ് പതിവ്. ഈ വരുന്ന സമയത്ത് അവര് വിശ്വാസികളാണെങ്കിൽ അതിന് അനുയോജ്യമായിട്ടുള്ള എന്തെങ്കിലും ഒരു സിംഗിൾ വേർഡോ ഒരു ലൈനോ എന്തെങ്കിലും അത് നമ്മളൊരു മെഡിറ്റേഷൻ പോലെ അവരെ റിപ്പീറ്റ് ചെയ്യിപ്പിക്കാറുണ്ട്. അല്ല അവർ ദൈവവിശ്വാസം ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ നമ്മൾ നാച്ചർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് അവരെയും നമ്മൾ അങ്ങനെ ഒരു മെയിൻ്റനൻസിൽ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ വിഡ്രോവൽ സിംറ്റംസ് ഉണ്ടാവും, നമുക്കറിയാലോ വിഡ്രോവൽ സിംറ്റംസ് ഉണ്ടാവും എന്നുള്ളത്. പൂർണ്ണമായിട്ടും അങ്ങനെ ഉപേക്ഷിപ്പിക്കാൻ സാധിച്ചില്ല എങ്കിൽ പോലും പതിയെ പതിയെ മെയിൻറ്റെയിൻ ചെയ്ത് വരുന്ന, അതായത് ആൽക്കഹോൾ അബ്യൂസ് അല്ലെങ്കിൽ ആൽക്കഹോൾ ഇൻടേക്ക് 100% നിർത്തി എന്നല്ല പറഞ്ഞത്. ഈ മരുന്ന് കൊടുക്കുന്ന ആ ഒരു കാലയളവിൽ അവർ അവർക്കൊരു മോഡിഫിക്കേഷൻ ഇത് എടുക്കാതെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഒരുക്കാറുണ്ട്. ഇനി ഇവിടെ വന്നിട്ട് നമ്മളിപ്പം കാർഡസ് ആണ് കൊടുത്തത്, അതായത് റെസ്റ്റോർസ് ദ ഫങ്ഷണൽ ആക്ടിവിറ്റി ഓഫ് ദ ലിവർ എന്നുള്ള രീതിയിൽ നമ്മൾ ഈ പേഷ്യന്റിന് കാർഡസ് ആണ് കൊടുത്തത്. പിന്നെ നമ്മൾ ഫോർ സം 9 ഇവിടെ ഞാൻ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് വൈറ്റൽ ഫോഴ്സ് മെയിൻറ്റെയിൻസ് ഹാർമണി വെൻ അൺഡിസ്റ്റർബ്ഡ്. ഓക്കെ, അപ്പൊ ഓരോ കാര്യങ്ങളിലും നമ്മൾ, അതായത് നമ്മൾ ഡേ ടു ഡേ ലൈഫ് നമ്മൾ എടുക്കുമ്പോൾ ആ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ആക്ച്വലി നമ്മൾ ശരിക്കും ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ആ ഫോറസ്റ്റിലോ ഫുഡ് നോട്ടിലോ എവിടെയെങ്കിലൊക്കെ അത് ലിങ്ക്ഡ് ആയിരിക്കും. പക്ഷെ അത് അത്രത്തോളം പറയാനുള്ളൊരു പ്രാവീണ്യം എനിക്ക് ആയിട്ടില്ല. പക്ഷെ ഇപ്പൊ കുറച്ചായിട്ട് ഐ എം ട്രൈങ് ടു ബി. അങ്ങനെയാണ്. ഇനി നമുക്കുള്ളത് അടുത്ത കേസാണ്. അടുത്ത കേസിൽ വന്നിട്ടെന്ന് പറഞ്ഞാല് ഒരു വൈറൽ ഹെപ്പറ്റൈറ്റിസ് വന്ന് അതിൽ നിന്ന് പുറത്ത്, അതായത് അലോപ്പതി ട്രീറ്റ്മെന്റ് എടുത്തു, അത് കഴിഞ്ഞിട്ട് ഒരു റിക്കവറി സ്റ്റേജിലെത്തി, അങ്ങനത്തെ ഒരാളാണ് വന്നത്. അപ്പൊ ഈ അലോപ്പതി ട്രീറ്റ്മെന്റ് എടുത്തിരിക്കുന്ന സമയത്ത് കഷണ്ടിക്ക് വന്നിട്ട് എൻ്റെ ഇന്ന് ട്രീറ്റ്മെന്റ് എടുത്ത ഒരു പേഷ്യന്റ് ഉണ്ട്. അപ്പൊ പുള്ളി റെഫർ ചെയ്തിട്ടാണ് ഒന്ന് പോയി നോക്കൂ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ അപ്പോയിന്റ്മെന്റ് എടുക്കൂ പറയുമ്പോൾ വന്നതാണ്. ഓൺലൈൻ അപ്പോയിന്റ്മെന്റിൽ ഓഫ്ലൈനിൽ തന്നെ വന്നതാണ്. അപ്പൊ പുള്ളി വന്ന് നമ്മൾ അടുത്ത് വന്ന്, അതായത് പുള്ളി എൻ്റർ ചെയ്ത് അവിടെ വന്നിരിക്കുമ്പോ തന്നെ നമുക്ക് ആദ്യ കാഴ്ചയിൽ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് അത്രയും ഇങ്ങനെ എന്താ പറയാ, ഇങ്ങനെ പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഒരു മാനസിക സമ്മർദ്ദം വന്ന് അയാളിൽ എന്തെങ്കിലും ഒരു ചൈതന്യം ഉണ്ടെങ്കിൽ അത് മൊത്തം ഇങ്ങനെ വാർന്നു പോയ പോലത്തെ ഒരു ഫീലിംഗ്. നമ്മള് കരിമ്പിന്റെ ജ്യൂസ് ഒക്കെ അടിച്ചു കഴിയുമ്പോൾ അതിന്റെ ഒരു ചണ്ടി നമുക്ക് കാണാൻ പറ്റുമല്ലോ. അയാളെ മുഖത്ത് നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ആദ്യം നോക്കിയപ്പോ എനിക്ക് അങ്ങനത്തെ ഒരു ഫീലാണ് ഉണ്ടായത്. അപ്പം അവിടെയും ഈ പറഞ്ഞ പോലെ സോറയും സൈക്കോസിസും മിക്സ്ഡ് ആയിരുന്നു. അപ്പൊ അവിടെ റൂബ്രിക്സ് ആയിട്ട് നമ്മള് ആൻസൈറ്റി അബൌട്ട് ഹെൽത്ത്, അത് നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞതാണ്. പിന്നെ വന്നിട്ട് ഈ പെയിൻ ഡൾ റൈറ്റ് ഹൈപ്പോകോൺട്രിയ എന്നുള്ളത്, ഇതാണ് കോമൺലി ജൂനിയേഴ്സ് എടുത്ത റൂബ്രിക്സ് ആയിട്ട് വെച്ചിരുന്നത്. അതാണ്, അതായത് ലിവർ റിലേറ്റഡ് മാത്രമായിട്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ജെലിഡോണയാണ് നമ്മൾ കൊടുത്തത്. ജെലിഡോണ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഹോമിയോപ്പതിയിൽ ജെലിഡോണയെ മാറ്റി നിർത്തിയിട്ട് ഒരു ലിവർ ട്രീറ്റ്മെന്റ് എത്രത്തോളം എന്നുള്ളത് നമുക്കറിയാലോ. ജെലിഡോണയാണ് കൊടുത്തത്. ഇവിടെയും ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, അതായത് ഒരു അസുഖത്തിൽ എന്താണ് നമ്മൾ ക്യൂർ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മളുടെ ഒരു തോട്ട് പ്രോസസ് ആണ് എന്നുള്ളതാണ്. പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഒരു 3 weeks ഒക്കെ ആയപ്പോ തന്നെ പുള്ളിയുടെ വിശപ്പുണ്ടായിരുന്നില്ല. വിശപ്പിലും അതുപോലെ ഈ ഒരു മൂഡ് ചേഞ്ചസിലൊക്കെ ഡിഫറൻസ് വന്നു. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ PL ബാക്കി പൊക്കോണ്ടിരുന്നത്, വേറെ മെഡിസിൻസ് ഒന്നും
കൊടുത്തില്ല. സ്റ്റിൽ ഇപ്പൊ ഫ്ലവർ റെമഡിയിലാണ് പോകുന്നത്. അപ്പം പേഷ്യന്റ് നല്ല ആക്റ്റീവ് ആണ്, മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല. പിന്നെ ഇതിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത കേസിൽ പോകുന്നതിന് മുമ്പേ തന്നെ ആക്ച്വലി നമ്മൾ ഇതിനകത്ത് ഇപ്പം നമ്മൾ ഗ്രേഡ് ഡിവൈഡ് ചെയ്യുമല്ലോ, അതിനകത്ത് വന്നിട്ട് ഫാറ്റി ഇൻഫിൽട്രേഷൻ ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3 ഒക്കെ വരുമ്പോൾ മെയിനായിട്ട് എന്നുള്ള കാര്യം സിംറ്റംലെസ് ആയിരിക്കും. അപ്പൊ ഇത് സിംറ്റംലെസ് ആയിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റെന്തെങ്കിലും അസുഖത്തിന് സ്റ്റോണിന് മരുന്നെടുക്കാൻ പോകുന്നതോ അല്ലെങ്കിൽ വയറുവേദന ചികിത്സിക്കാൻ പോകുന്നതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും PCOD ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും യൂട്രൈൻ ട്രബിൾ കൊണ്ടോ എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് ട്രീറ്റ്മെന്റ് എടുക്കാൻ പോകുമ്പോഴാണ് ആക്ച്വലി ഇങ്ങനെയും കൂടെ ഉണ്ട് എന്ന് ഇവർക്ക് മനസ്സിലാവുക. അപ്പൊ മനസ്സിലാവുമ്പോൾ നമ്മള് ഇത് ഇത്രയല്ലേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല, ഇതൊന്ന് നടക്കാൻ പോയാൽ മതി, അല്ലെങ്കിൽ ഇത് വന്നിട്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, അത് ശരിയായിക്കോളും. നിങ്ങളുടെ ബോഡി വെയിറ്റിൽ ഒരു ഏകദേശം ഒരു 10% അല്ലെങ്കിൽ ഒരു 12% ഒക്കെ വെയിറ്റ് കുറയുമ്പോൾ തന്നെ അത് ക്ലിയർ ആയിക്കോളും എന്ന് നമ്മൾ അങ്ങനെ സിമ്പിൾ ആയിട്ട് ഇടാൻ പാടില്ല. അങ്ങനെ വിട്ട കേസസ് 2-3 കൊല്ലം കഴിഞ്ഞ് മോശമായ അവസ്ഥയിൽ വരാറുള്ളത് കൊണ്ട് ഞാൻ ആദ്യമേ പറയാറുള്ളത്, ആക്ച്വലി ഒരാള് ഫാറ്റി ലിവർ ഉള്ള ഒരാള് അവരുടെ ബോഡി വെയിറ്റിൽ നിന്ന് 10 മുതൽ 12% വരെ കുറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർ നിൽക്കുന്ന ഗ്രേഡിൽ നിന്ന് കുറച്ച് റിവേഴ്സ് ചെയ്ത് വരും എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷെ അതിന് അവര് വണ്ണം കുറയ്ക്കാൻ എടുക്കുന്ന രീതി ആണ് ബുദ്ധിമുട്ടാവുന്നത്. നമുക്കറിയാം നെറ്റിൽ ഒരുപാട് ഡയറ്റ് പറയുന്നുണ്ട്. അപ്പൊ ഈ ഡയറ്റിനൊക്കെ അതിൻ്റെതായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ജിമ്മിൽ പോകുന്നവർ ഇപ്പൊ നമ്മള് 3 നേരം ഭക്ഷണം കഴിക്കുന്ന പോലെയാണ് ആൾക്കാർ ഇപ്പൊ ജിമ്മിൽ പോവുക. എവിടെയെങ്കിലും ഒരു ജിം ഒന്ന് ഓപ്പൺ ചെയ്താൽ മതി, അവിടെ എല്ലാം ക്യൂ ആണ്. ഓക്കെ, അപ്പൊ ഇവർക്ക് എന്താ വീട്ടിലെ പണിയെടുക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ മുൻകാലങ്ങളിൽ എടുത്തിരുന്ന പോലെയോ അങ്ങനെയൊന്നുമല്ല. അവർ ജിമ്മിൽ പോയി എന്ത് വേണമെങ്കിലും എന്ത് വർക്ക്ഔട്ട് വേണമെങ്കിലും ചെയ്യുന്ന കൂട്ടത്തിലാണ്. ഈ കൂട്ടത്തിൽ തന്നെ പ്രോട്ടീൻ പൗഡേഴ്സും അല്ലെങ്കിൽ സ്റ്റിറോയിഡ്സും ഒക്കെ എടുക്കുന്ന ആൾക്കാരുണ്ട്. അതായത് പെട്ടെന്നൊരു മാറ്റം വരുത്തുക എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ്. അപ്പം ഇതിനകത്ത് അങ്ങനെയല്ല, ഇവരോട് എന്തൊക്കെയാണ് ഇതിന്റെ ഗ്രേഡ് എന്നും അതുപോലെ തന്നെ ഇത് വന്നിട്ട് നമ്മൾ ഒറ്റയടിക്ക് ഒരു മാസം കൊണ്ട് ഒരാൾക്ക് ഐഡിയലി കുറയ്ക്കാൻ പറ്റുന്നത് 1.5 അല്ലെങ്കിൽ 2 കിലോ വെയിറ്റ്, അത് അങ്ങനെ തന്നെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ 1 കിലോ ഒരു മാസം കൊണ്ട് 8 കിലോ കുറയ്ക്കാം, ഒരു മാസം കൊണ്ട് 10 കിലോ കുറയ്ക്കാം. ഞാനിത് എടുത്തെടുത്ത് പറയാനുള്ള കാര്യം അല്ലെങ്കിൽ മിക്ക ക്ലാസ്സുകളിൽ ഞാനത് ഓർമ്മിപ്പിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാല് ഒരു മാസം 25,000 രൂപ കൊടുത്തു, ഒരു മാസം 15,000 രൂപ കൊടുത്തു. ഇതിങ്ങനെ ഇപ്പം നമ്മൾ ഡോക്ടർമാരുടെ ഇടയിൽ തന്നെ പല സൈഡ് ബിസിനസ് ഉള്ള ആൾക്കാരും ഉണ്ട്. അപ്പൊ ഞാൻ ആ പ്രോഡക്ട്സ് എടുത്ത് പറയുന്നില്ല, പക്ഷെ ചില പ്രോഡക്ട്സ് ഇങ്ങനെ ജ്യൂസ് ആക്കി കൊടുക്കുമ്പോൾ ഇങ്ങനെ വെയിറ്റ് കുറയാറുണ്ട്. ആദ്യത്തെ ഒരു 2-3 മാസമൊക്കെ അങ്ങനെ ഡിഫറൻസ് വന്നിട്ട് പിന്നെ LFT വ്യത്യാസം വന്നവരും ലിപിഡ് പ്രൊഫൈലിൽ വ്യത്യാസം വന്നവരും ക്രിയാറ്റിൻ ലെവൽ മാറിയ ആൾക്കാരും ഒക്കെ അങ്ങനെ കുറെ പേരുണ്ട്. പിന്നെ പണ്ടുണ്ടായിരുന്നേക്കാളും മേലെ വെയിറ്റ് കൂടിയ ആൾക്കാരും ഉണ്ട്. അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഇപ്പോഴും നമ്മുടെ ആൾക്കാർക്ക് മനസ്സിലാവണില്ല, വ്യായാമരഹിതമായിട്ടുള്ള ജീവിത ശൈലിയാണ് ഇതിന്റെ ഒരു പ്രധാന കാരണം. അത് ജിമ്മിൽ പോയത് കൊണ്ട് മാത്രം പരിഹരിക്കപ്പെടുന്നില്ല എന്നുള്ളൊരു തോട്ട് പ്രോസസ്സും അവർക്ക് വരുന്നില്ല. ഞാൻ മിക്കപ്പോഴും പറയാറുണ്ട്, പഴയ സൈക്കിൾ ഉണ്ടല്ലോ, പണ്ടത്തെ കാലത്തെ സൈക്കിള്, അപ്പം അങ്ങനെ ഒരു സൈക്കിള് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ ആ ഒരു സൈക്കിൾ ഒരു 3 മാസം ഓടിക്കാൻ അറിയുന്ന ആൾക്കാര് ആ ഒരു 3 മാസം കുറച്ച് സമയം 15 മിനിറ്റ്സ് അത്രയൊക്കെ തന്നെ ധാരാളമാണ്. 30 മിനിറ്റ്സ് ആക്കാൻ പറ്റുമെങ്കിൽ സന്തോഷം. ഒരു നേരം 2 നേരം ചെയ്താൽ ഓക്കെ, അല്ലെങ്കിൽ ഒരു നേരം, അത് മാത്രം മതി. ശരിക്കും പറഞ്ഞാൽ അതും നമ്മൾ ഡെയിലി എടുക്കുന്ന ഫുഡിൽ ചെറിയ ചെറിയ ചേഞ്ചസ് ആക്ച്വലി വരുത്തുമ്പോൾ തന്നെ നമുക്ക് നല്ല ഡിഫറൻസ് വരാറുണ്ട്. അപ്പൊ പക്ഷെ അതിനെന്തോ അവർ തയ്യാറല്ല, പ്രത്യേകിച്ച് പുതിയ തലമുറ മാത്രമല്ല, കോമൺലി ഇപ്പൊ ആർക്കും, അതായത് അവർക്ക് ഒന്നുകിൽ സമയമില്ല അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ, ഇപ്പൊ നമ്മൾ മെഡിസിൻസ് ആണെങ്കിൽ പോലും ഡോക്ടർ ചെയ്ത് വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ്. ഡോക്ടർ എല്ലാം കൂടെ ഒരു നേരം അല്ലെങ്കിൽ 2 നേരം ആക്കി തന്നു കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരുന്നു എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. നമ്മള് ഇത് എന്താ പറയാ, ഇത് തുള്ളിമരുന്നുകൾ കൊടുക്കുകയാണെങ്കിൽ കൂടുതലും നമ്മള് വാട്ടർ ഇൻടേക്ക് കൂടുതൽ എടുക്കേണ്ട കേസസിലാണെങ്കിൽ 10 തുള്ളിയോ 5 തുള്ളിയോ വെച്ച് 1 മണിക്കൂറോ 2 മണിക്കൂറോ ഇടവിട്ട് 1/2 ഗ്ലാസോ 1/4 ഗ്ലാസോ അല്ലെങ്കിൽ 2 സ്പൂണോ വെള്ളത്തിലൊക്കെ എടുക്കാൻ പറയാറുണ്ട്. അതല്ല അങ്ങനെ എടുക്കുന്ന ജോലി ഉള്ള ആൾക്കാരല്ല എങ്കിൽ ഒരു വാട്ടർ ബോട്ടില് ഒരു നിശ്ചിത ക്വാണ്ടിറ്റിയിലുള്ള ഇത് ആഡ് ചെയ്ത് എടുക്കാൻ നമ്മൾ പറയാറുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പം അവര് എന്താ പറയാ, വിൽ ബി ഹൈഡ്രേറ്റഡ്, അതാണ് നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാല്
ഇവര് വന്നിട്ട് STPT SDOT നിർബന്ധമായിട്ട് നോക്കിപ്പിക്കുക എന്നുള്ളതാണ്. അവർക്ക് അതിൽ താല്പര്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, നമ്മളത് തിരിച്ചറിയുക എന്നുള്ളതാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാല് ഈ കുട്ടികളില് ഞാൻ പറഞ്ഞല്ലോ 10 വയസ്സിന് മേലെയുള്ള കുട്ടികളുടെ കാര്യം പറഞ്ഞല്ലോ. യഥാർത്ഥത്തില് എന്തെങ്കിലും അസുഖത്തിന് വരുമ്പോഴാണ് നമ്മളിത് കാണാം. നമ്മൾ ശരിക്കും നമ്മൾ ഈ ക്ലാസ് കേൾക്കുന്ന നമ്മളുണ്ടല്ലോ, നമ്മളൊന്ന് അനലൈസ് ചെയ്യണം. നമ്മളുടെ വീട്ടിലെ കുഞ്ഞുങ്ങളുണ്ട്. ഇപ്പൊ എനിക്ക് വന്നിട്ട് 4th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന, ഇനി 4th എന്റെ മകൾ. ഓക്കെ, ഈ ഇൻക്ലൂഡിങ് ഹെർ, നമ്മളത് നോക്കുമ്പോൾ നമ്മളെ മക്കളും കൊച്ചുമക്കളും ഇവരെന്താണ് ആക്ച്വലി ചെയ്യുന്നത്? മീൻസ് ഇവർ എക്സസൈസ് ചെയ്യുന്നവരാണെങ്കിൽ ഓക്കെ, മണ്ണിൽ കളിക്കുന്നവരാണെങ്കിൽ മീൻസ് പുറത്ത് കളിക്കുന്നവരാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഉള്ളവരാണെങ്കിൽ ഓക്കെ. അല്ലാതെ നെറ്റിസെൻസ് ആയിട്ടിരിക്കുന്ന കുഞ്ഞുങ്ങള്, അല്ലെങ്കിൽ എന്താ പറയാ കാർട്ടൂൺ മാത്രം കാണുന്നവര്, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കുന്നവർ, ഫ്ലാറ്റിലൊക്കെ അടങ്ങി താമസിക്കുന്നവർ, അല്ലെങ്കിൽ കുട്ടികളുടെ സെക്യൂരിറ്റി ആലോചിച്ചിട്ട്, കുട്ടികളുടെ സേഫ്റ്റി ആലോചിച്ചിട്ട് പുറമേക്ക് വിടാതെ നമ്മൾ അങ്ങനെ തന്നെ വെച്ചിരിക്കുന്ന മക്കളുണ്ടല്ലോ. അപ്പൊ ഇവരില് പിന്നെ ജങ്ക് ഫുഡ്, ഇവരിലാണ് കൂടുതലും ഇത് വരാനുള്ള ഒരു സാധ്യത കൂടുതലായിട്ടുള്ളത്. ഇപ്പൊ കുട്ടികളോട് നമ്മള് ജ്യൂസ്, ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ഇപ്പം അലർജി വരുന്ന കുട്ടികളില് എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഒക്കെ പറയുന്ന സമയത്ത് നമ്മൾ ജ്യൂസ് കുടിക്കാമെന്ന് പറയുമ്പോ ഇങ്ങനെ ബൾബ് ഇങ്ങനെ തിളങ്ങിയ പോലെയാണ് 2 കണ്ണും ഇങ്ങനെ തിളങ്ങി വരുന്നത്. അത് മതിയില്ലേ? അപ്പൊ ആ ജ്യൂസ് എന്ന് പറഞ്ഞാൽ അപ്പൊ ഞാൻ എടുത്തു പറയാറുണ്ട്, മോനെ ഫ്രൂട്ടി അല്ലെങ്കിൽ മോളെ ഫ്രൂട്ടിയും അപ്പി ഫിസും അല്ലെങ്കിൽ അങ്ങനെ കുറെ ഒക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ സാധനങ്ങളൊന്നും അല്ല. വീട്ടിൽ അടിച്ചു തരുന്ന ജ്യൂസ്, അതും തിളപ്പിച്ചാറ് തണുത്ത വെള്ളം വെച്ചിട്ട് ഫ്രൂട്ട്സ് മിക്സ് ചെയ്ത് അമ്മ അടിച്ചു തരുന്നത്, അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് തരുന്ന ജ്യൂസിനെ പറ്റിയാണ് ആന്റി പറഞ്ഞതെന്ന് പറയാറുണ്ട്. അപ്പൊ അങ്ങനെ പറയുമ്പം ആക്ച്വലി കുട്ടികൾക്ക് താല്പര്യം ഇല്ല എന്നുള്ളതാണ് സത്യം. അത് എടുക്കാൻ താല്പര്യം ഇല്ല എന്നുള്ളതാണ്. ഇപ്പം പിന്നെ നമ്മൾ പറയണെന്ന് പറഞ്ഞാൽ ഈ ചോക്ലേറ്റ് ബാർസ് ഒക്കെ ഇപ്പൊ ഉണ്ടാക്കുമല്ലോ നമ്മള്. ഇപ്പൊ കോമൺലി എല്ലാ സ്ഥലത്തും ഉണ്ടാക്കുന്നുണ്ട്. അതിനകത്ത് ഈ പറഞ്ഞ പോലെ നമുക്ക് ആവശ്യമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് അതിന്റെ ബേസ് വന്നിട്ട് കൊക്കോ പൗഡറോ അല്ലെങ്കിൽ നല്ല പ്യുവർ ആയിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റോ വെച്ചിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തിട്ട് അല്ലെങ്കിൽ പൗഡർ ആക്കിയിട്ടോ ഇതിനകത്തേക്ക് മിക്സ് ചെയ്ത് ഇങ്ങനെ ബാർ ആക്കിയിട്ട് അത് നമ്മൾ കട്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറയുന്ന, അത് ഈ കുട്ടികൾ കഴിക്കും. അത് അവർ നന്നായിട്ട് കഴിക്കാറുണ്ട്. അപ്പം അത് നമ്മൾ ക്ലിനിക്കിൽ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാല്, നമുക്ക് ഇത് ഉണ്ടാക്കുന്ന 2 ചേച്ചിമാരുണ്ട്. ക്ലിനിക്കിലല്ല, പുറത്തുനിന്നല്ലാതെ ഉണ്ടാക്കുന്ന 2 ചേച്ചിമാരുണ്ട്. അപ്പൊ ആ ചേച്ചിമാരോട് നമ്മളിങ്ങനെ എന്തൊക്കെയാണ് വേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഡെഫിഷ്യൻസി ആ കുഞ്ഞിനുള്ളത്, അല്ലെങ്കിൽ ഇപ്പൊ ഫാറ്റി ലിവർ ആണെങ്കിൽ അതിന് ഇപ്പൊ മുതിർന്നവരിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, പൗഡർ ഫോമിലാ കൊടുക്കുക. അപ്പൊ എന്താണ് ആവശ്യം എന്നുള്ളത് അനുസരിച്ചിട്ടാണ് നമ്മളത് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പം എന്താ പറയാ കുർക്കുമിൻ ആവശ്യമുണ്ടല്ലോ. നമ്മള് കുർക്കുമ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ടിഞ്ചറുണ്ട്. പക്ഷെ ആ ടിഞ്ചർ വൈസ് അല്ല, അല്ലാതെ തന്നെ നമുക്ക് നല്ല ശുദ്ധമായ മഞ്ഞൾ കിട്ടുകയാണെങ്കിൽ അതിന്ന് ഒരു പിഞ്ച്, ഒരു പിഞ്ച് അതിന്റെ കൂടെ തന്നെ പംകിൻ സീഡ് ഉണ്ട്. ആ പംകിൻ സീഡ് വന്നിട്ട് ഒരു ½ സ്പൂൺ നമ്മൾ അതിൽ നിന്ന് എടുക്കാറുണ്ട്. അങ്ങനെ എന്ന് പറഞ്ഞ പോലെ ഇതിങ്ങനെ നമ്മൾ അവരുടെ ബോഡി വെയിറ്റും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാറുണ്ട്. അതും നമ്മളെ മെഡിസിൻ പോലെ തന്നെ ഈ ഫാറ്റി ലിവർ കേസസിലും അലർജി കേസസിലും നല്ല റിസൾട്ട് നമുക്ക് കിട്ടാറുണ്ട്. ജങ്ക് ഫുഡ്സ് നമ്മൾ അവോയ്ഡ് ചെയ്യാൻ പറയുമ്പോൾ നാച്ചുറലി മധുരമുള്ള, ഇപ്പൊ ഡേറ്റ്സിന് നാച്ചുറലി മധുരമുണ്ട്, അല്ലെങ്കിൽ ഫ്രൂട്ട്സിൽ ഒരു ഭൂരിഭാഗം ഫ്രൂട്ട്സിനും നാച്ചുറലി മധുരമുണ്ട്. അപ്പൊ ഇത് അത് കുട്ടികളെ കൊണ്ട് എടുക്കാൻ ശീലിപ്പിക്കുക എന്നുള്ളതാണ്. അല്ലാതെ വന്നിട്ട് 10 വയസ്സായ കുട്ടീനോട് നമ്മൾ ജങ്ക് ഫുഡേ എടുക്കരുതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അടുത്ത തവണ കൊച്ചു നമ്മളടുത്ത് വരല് പോലും ഉണ്ടാവില്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാല് മെലിഞ്ഞ ആൾക്കാരുണ്ട്. അതായത് 2, 3 പ്രസവമൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ നല്ല സ്ലിം ആയിട്ട് തന്നെ ഇരിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ അവരെ കാണുമ്പോൾ അവർ ഭയങ്കര ഹെൽത്തി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരോട് നമ്മൾ വന്നിട്ട് ഒരു LFT നോക്കിയാൽ കുഴപ്പമില്ലായിരുന്നു, അല്ലെങ്കിൽ ഒരു ലിപ്പിഡ് പ്രൊഫൈൽ ചെയ്യാം, അത് നല്ലതായിരിക്കും എന്ന് നമ്മൾ പറയുമ്പോൾ അവർക്ക് ഭയങ്കര മടിയായിരിക്കും. അവരത് ചെയ്യൂല. ഓക്കെ, അവർ വിചാരിക്കും അത്രയും പൈസ ഇപ്പൊ എന്തിനു കളയുന്നു എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ഡോക്ടറെ എനിക്ക് എവിടെയാണ് കൊഴുപ്പെന്ന് ചോദിക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പം നമ്മൾ ഡോക്ടറും സ്കാനർ വൈസ് ഒന്നും അല്ലല്ലോ എവിടെയൊക്കെയാണ് കൊഴുപ്പെന്ന് കണ്ടുപിടിച്ച് കൊടുക്കുക എന്നുള്ളത്. ഇനിയുള്ള കേസ് എന്ന് പറഞ്ഞാൽ ഫാറ്റി ലിവർ, അതായത് നമ്മുടെ ബോഡിയിലെ ഫാറ്റ് വന്നിട്ട് നമ്മളെ കരളിൽ മാത്രമേ അടിയൂ എന്ന് എവിടെയും എഴുതി വെച്ചിട്ടൊന്നും ഇല്ലല്ലോ. നമ്മള് ബ്ലഡ് വെസൽസ്, കൊറോണറി ബ്ലഡ് വെസൽസിനകത്താവാം. അതായത് അത് വന്നിട്ട് നമുക്ക് എന്താ
ബ്ലോക്ക് ആയിട്ട് വരാം. ഈ ബ്ലോക്ക് വരുന്നത് നമ്മുടെ ഹാർട്ടിൽ മാത്രമല്ലല്ലോ, നമ്മുടെ ബ്രെയിനിലും ബ്ലോക്ക് ആയിട്ട് വരാമല്ലോ. അപ്പൊ അതിന്റെ ആ ഒരു സീരിയസ്നെസ് നമ്മളത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം ഇതിനകത്ത് വന്നിട്ട് ഇത് BMI നോക്കുക. അത് നമ്മൾ ആ BMI നോക്കുന്ന മാത്രമല്ല, നമ്മളത് ഇപ്പൊ നമ്മൾ പ്രത്യേകിച്ച് കാർഡും ബാക്കി കാര്യങ്ങളും ഒന്നും പ്രിന്റ് ചെയ്തില്ല എങ്കിൽ പോലും നമ്മളുടെ OP ഷീറ്റിന്റെ ഒരു സൈറ്റിൽ അല്ലെങ്കിൽ നമ്മൾ ലാബ് റിപ്പോർട്ട്സും നമ്മൾ പ്രെസ്ക്രിപ്ഷൻ പാഡും ബാക്കിയൊക്കെ കൊടുക്കുമല്ലോ, അത് നമ്മൾ നല്ല ഭംഗിയായിട്ട് വൃത്തിയായിട്ട് ഒന്ന് മടക്കി എടുത്തിട്ട് അതിനകത്ത് BMIയും ഐഡിയൽ വെയിറ്റും ബാക്കി കാര്യങ്ങളും ഇപ്പൊ നമുക്ക് കിട്ടുന്ന വെയിങ് മെഷീൻസ് ഉണ്ടല്ലോ, ആ വെയിങ് മെഷീൻസിൽ BMI അപ്ഡേറ്റ് ആയിട്ട് വരുന്ന വെയിങ് മെഷീൻസ് ഉണ്ട്. ആ വെയിങ് മെഷീൻസ് നമ്മൾ ഈ ഓരോ പേഷ്യന്റ് വരുമ്പോഴും അവർ വെയിറ്റ് എടുക്കാൻ നിൽക്കുമ്പോൾ അതിന്റെ ആ ഒരു നമ്മൾ അതിന്റെ ആപ്ലിക്കേഷൻ നമുക്ക് മൊബൈലിലുണ്ടല്ലോ, അതിൽ ആ വെയിറ്റും ഇതും മാത്രം നമ്മളൊന്ന് കൊടുത്താൽ മതി. പിന്നെ അതിനകത്ത് അവർ പിന്നെ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ ഐഡിയലി എത്ര വെയിറ്റ് വേണം എന്നൊരു കാൽക്കുലേഷൻ അവർ ചോദിക്കാറുണ്ട്. ഒരു നമ്മളൊരു ആവറേജ് ഇട്ട് കൊടുക്കുവാണെങ്കിൽ ബാക്കി എല്ലാം അതിലേക്ക് തന്നെ വരും. അത് അവർക്ക് കോപ്പി ചെയ്താൽ മാത്രം മതി, അല്ലെങ്കിൽ സെൻഡ് ചെയ്താൽ മാത്രം മതി. നമുക്കൊക്കെ അറിയായിരിക്കും നമ്മുടെ ക്ലിനിക്കിന്റെ ചുറ്റും, അല്ലെങ്കിൽ നമ്മൾ രാവിലെ ക്ലിനിക്കിലേക്ക് വരുന്ന സമയത്തൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറച്ച് കമ്പനീസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതായത് ഈ ജ്യൂസും ബാക്കിയൊക്കെ വെയിറ്റ് റിഡക്ഷന് കൊടുക്കുന്ന കമ്പനീസ് ഉണ്ടല്ലോ, ഇവരെന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ വെയിങ് മെഷീൻ റോഡിലോ അല്ലെങ്കിൽ ഒരു ക്രൗഡുള്ള സ്ഥലത്തോ നമ്മൾ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്ന മാതിരി എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവച്ചേക്കും. എന്നിട്ട് ഒരു വലിയ ഇത് വെക്കും, എന്താ ഫ്ലെക്സ് വെക്കും. ആ ഫ്ലെക്സിൽ എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ ശരീരത്തിൽ എത്ര ശതമാനം വെള്ളമുണ്ട്, നിങ്ങളുടെ ശരീരത്തിൽ എത്ര ശതമാനം കൊഴുപ്പുണ്ട്, നിങ്ങളുടെ വണ്ണം ആരോഗ്യകരമാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് വെച്ചേക്കാം. അപ്പൊ ഇത് കാണുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഇതെന്തോ ഒരു സംഭവമാണെന്ന് പറഞ്ഞ് പോകുന്ന ആൾക്കാരുണ്ട്. ഇത് ആക്ച്വലി നമുക്ക് നമ്മുടെ ക്ലിനിക്കിൽ തന്നെ ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാല് നമ്മള് ലക്ഷണങ്ങളുടെ കാര്യമാണ്. ലക്ഷണങ്ങൾ എപ്പോഴും നമ്മൾ ഈ ക്ഷീണം വരുമ്പോഴൊക്കെ ജോലി ചെയ്യുന്നത് കൊണ്ട് വരുന്ന ക്ഷീണം എന്നുള്ളതല്ല, ക്ഷീണം ഒരു ഇതാണ്. വയറുവേദന ചില കേസസിൽ കാണാറുണ്ട്. പിന്നെ ഇങ്ങനെ ശരീരഭാരം കുറഞ്ഞു വരാറുണ്ട് ഇവരിൽ. ചൊറിച്ചിൽ വരുന്ന കേസസിൽ നമ്മൾ മിക്കവാറും HBയെ കുറിച്ച് ആലോചിക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് ലിവർ കംപ്ലൈൻസ് നമ്മളൊന്ന് ആലോചിക്കുന്ന നല്ലതാണ്. പിന്നെ ഇതിന്റെ ഒരു എന്താ പറയാ, ഇവര് തന്നെ ഇതേ പേഷ്യൻസ് തന്നെ ഡയബറ്റിക് ആയിട്ടുള്ളവരാണെങ്കിൽ, അതുപോലെ തന്നെ അമിതമായ വണ്ണമുള്ള ആൾക്കാർ, കുടവയറുള്ള ആൾക്കാർ, കൊളസ്ട്രോളിന്റെ അളവ് കൂടി നിൽക്കുന്ന ആൾക്കാർ, എസ്പെഷ്യലി LDLും ട്രൈഗ്ലിസറൈഡും ആണ്. പിന്നെ അവർ ഉപയോഗിക്കുന്ന ചില മെഡിസിൻസ് വന്നിട്ട് പിന്നെ എന്ന് വെച്ചാൽ പിന്നെ വ്യായാമം ഇല്ലാതിരിക്കുക, പിന്നെ നേരത്തെ എപ്പോഴെങ്കിലും ഹെപ്പറ്റൈറ്റിസ് B അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് C വൈറൽ അറ്റാക്ക് ഒക്കെ ഉണ്ടായിട്ടുള്ള ആൾക്കാർ, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പൊ ഒരു ആരോഗ്യമുള്ള കാര്യം, അതുപോലെ തന്നെ ഫാറ്റി ലിവർ ഉള്ളപ്പോൾ എന്ത് സംഭവിക്കുന്നു, ഫൈബ്രോസിസ് ഉള്ളപ്പോൾ എന്ത് സംഭവിക്കുന്നു, സിറോസിസ് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു, അല്ലെങ്കിൽ ക്യാൻസർ വരുമ്പോൾ എന്താ സംഭവിക്കുക എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു ആവശ്യകത ഉണ്ട്. പിന്നെ ഈ 3 ഗ്രേഡിൽ നമ്മൾ ഗ്രേഡ് 3ലേക്ക് എത്തുമ്പം പിന്നെ അടുത്ത് എന്താണെന്നുള്ളതും അങ്ങനെ തന്നെയാണ് പറയേണ്ടത്. അതായത് നമ്മള് എന്താ പറയുക, പാൽപ്പേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്കത് അറിയാൻ സാധിക്കും എന്നുള്ളതാണ്. പിന്നെ കരളിന്റെ വലിപ്പം കൂടുന്നു അതായത് കരളിന്റെ വലിപ്പം കൂടുന്നു എന്നുള്ളതല്ല, ഇതിനകത്ത് അവരുടെ ലൈഫിൽ എന്ത് സംഭവിക്കും, അവർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആ ഫാമിലി എങ്ങനെ മുന്നോട്ട് പോകും, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതായിട്ട് ഉണ്ട്. പിന്നെ ഫാറ്റി ലിവർ കേസസിൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ കിട്ടുന്ന വേറെ കാര്യം എന്ന് പറഞ്ഞാൽ, പക്ഷേ നമ്മളിപ്പോ കുറെ കാലമായിട്ട് ഹെയർ ഫോൾ കേസസ് വരുന്നത്, എല്ലാ ഹെയർ ഫോൾ കേസസിന്റെയും അണ്ടർലൈൻ കോസസ്, ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ ഫാറ്റി ലിവർ ആണെന്ന് വെക്കണം, അന്ന് ആ ഫാറ്റി ലിവർ ഇതിന്റെ വേരിയേഷൻ കൊണ്ട് അവരെ ഹെയറിന് എന്ത് സംഭവിക്കുന്നു, അങ്ങനെയൊക്കെ നമ്മൾ അങ്ങനെ ഒരു റിസർച്ചിലാണ് നമ്മൾ. അപ്പൊ ഇതിനകത്ത് അതിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബ്ലഡ് വാല്യൂസിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന പല കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ, ഞാൻ നേരത്തെ ഹെപ്പറ്റൈറ്റിസ് ബിയുടെയും സിയുടെയും കാര്യം പറഞ്ഞു. അപ്പൊ നമുക്കറിയാം ഹെപ്പറ്റൈറ്റിസ് ബിയും ഹെപ്പറ്റൈറ്റിസ് സിയും അതിന്റെ നേരത്തെ ഉള്ള ആൾക്കാരിൽ ഭാവിയിൽ ഫാറ്റി ലിവറിലേക്ക് അവർ പോകുന്നുള്ളത് നമുക്ക് അറിയാം. അപ്പൊ ഇവര് വന്നിട്ട് ഡ്രഗ്സിന്റെ അബ്യൂസ് ഉള്ള ആൾക്കാരോ, അല്ലെങ്കിൽ പിന്നെ പറയേണ്ടത് ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, എന്താ പറയാ, ഇതില്ലേ നമ്മൾ ടാറ്റു അടിക്കുന്ന ഒരു ശീലം ഇപ്പൊ കുട്ടികളൊക്കെ കാണുന്നുണ്ട്.
ടാറ്റു അടിക്കുന്നത് തെറ്റാണ് എന്നുള്ളതല്ല, അത് ഹൈജീനിക് ആയിരിക്കണം എന്നുള്ളതാണ്. അതായത് അശാസ്ത്രീയമായിട്ട് എവിടെയെങ്കിലും പോയി ചെയ്യുക എന്നുള്ളത്. നമ്മൾ ചിലപ്പം അതും വഴിയോരത്തും ബീച്ചിലും ഒക്കെ നമ്മൾ പോകുമ്പോൾ നമ്മൾ കാണാറുണ്ട്, അവിടെ ചെറിയ പൈസക്ക് ടാറ്റു ചെയ്ത് കൊടുക്കുക എന്നുള്ള ഒരിത് കാണാറുണ്ട്. അതുപോലെ തന്നെ ഒരു സുരക്ഷിതമില്ലാത്ത ഒരു ലൈംഗികത എന്ന് പറഞ്ഞൊരിതാണ്. പിന്നെ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് വരിക, ഇതൊക്കെ നമുക്ക് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. പിന്നെ ഉള്ളത് അപ്പൊ ഇങ്ങനെയൊക്കെ ആയി വരുമ്പം അവർക്ക് ഫ്യൂച്ചറിൽ ഉറപ്പായിട്ടും ഫാറ്റി ലിവറോ സിറോസിസോ അല്ലെങ്കിൽ ക്യാൻസറോ ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ നമ്മൾ കഴിവതും അത് ഒരു ഏർലി ഡിറ്റക്ഷൻ അല്ലെങ്കിൽ അത് വരാതിരിക്കാൻ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ പ്രഗ്നൻസി ടൈം, ചില പ്രഗ്നൻസി കേസസിൽ അതിനകത്ത് വെച്ചാൽ അവർക്കൊരു സിംറ്റംസേ ഉണ്ടായിരിക്കില്ല, പെട്ടെന്ന് ഒരു പൊടുന്നതിനായിരിക്കും അവർക്ക് ഒരു ഫാറ്റി ലിവർ ഡിറ്റക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ടായിരിക്കും. അപ്പൊ അത് AFLP എന്നാണ് നമ്മൾ അതിന്, അക്യൂട്ട് ഫാറ്റി ലിവർ ഓഫ് പ്രഗ്നൻസി ടൈമാണ് AFLP എന്ന് പറയുന്നത്. അപ്പം ഇവർക്ക് നമുക്കറിയാം പ്രഗ്നൻസി ടൈമിൽ ഓൾറെഡി അവർക്ക് ഓർക്കാനും ക്ഷീണവും ബാക്കി ബുദ്ധിമുട്ടും ഒക്കെ കാണും, വയറുവേദനയൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഈ കേസസിൽ വന്നിട്ട് എന്താ പറയാ, ഓക്കാനം, ഛർദി, അടിവയറ് വേദന, അതുപോലെ തന്നെ മഞ്ഞപ്പിത്തം തുടങ്ങിയതൊക്കെ ആ പ്രശ്നങ്ങളൊക്കെ കാണാറുണ്ട്. അപ്പൊ ഇത് എല്ലാ കേസസിലും ഇല്ല എങ്കിൽ പോലും എനിക്ക് 2 കേസസ് കിട്ടിയിട്ടുണ്ട്. ഇത്രയും വർഷത്തിനിടയിൽ 16 വർഷത്തിനിടയിൽ എനിക്ക് 2 കേസ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് വന്നിട്ട് എന്നാലും പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ വിജിലന്റ് ആയിരിക്കണമല്ലോ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ പാരമ്പര്യ പ്രശ്നങ്ങളുണ്ട്. അതായത് എന്താ പറയാ, ഇവ നേരത്തെ ഉള്ള എന്തെങ്കിലുമൊക്കെ ഡിസീസസിന്റെ ഭാഗമായിട്ട് കിട്ടുന്ന കേസസ് ഉണ്ട്. അപ്പൊ അതിനകത്ത് മിക്കവാറും എന്തെങ്കിലുമൊക്കെ ഒരു ഹീമോഗ്ലോബിൻ ഇംബാലൻസസും ബാക്കി കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇരുമ്പിന്റെ അംശം ഇങ്ങനെ അടിഞ്ഞു കൂടിയിട്ടാണ് കൂടുതലായിട്ട് അതായത് ഒരു അവയവം കേട് വരുത്തുന്ന തരത്തിലേക്ക് ഇരുമ്പിന്റെ അംശം അടിഞ്ഞു കൂടിയിട്ടാണ് സാധാരണ അങ്ങനെ വരാറുള്ളത്. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ മരുന്നിന്റെ കാര്യം പറഞ്ഞല്ലോ. മരുന്ന് ഈ പറഞ്ഞ പോലെ ഒട്ടും, ഇപ്പൊ നമ്മളൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് അല്ലെങ്കിൽ സ്മോക്കിംഗ് കോസസ് ക്യാൻസർ എന്ന് സിഗരറ്റിന്റെ പാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്. നമ്മൾ സിനിമ കാണാൻ പോകുമ്പോൾ അവിടെ എങ്ങനെ കാണിക്കും, മറ്റേ എന്താ പറയാ, ശ്വാസകോശം സ്പോഞ്ച് പോലെയാണെന്ന് അങ്ങനെ എങ്ങാണ്ടൊക്കെ കാണിക്കാറുണ്ട്. നമ്മളൊരു പാരസെറ്റമോളിന്റെ സ്ട്രിപ്പ് എടുത്തിട്ട് അത് തിരിച്ചു വെച്ചാൽ അതിനകത്ത് ഇൻജൂറിയസ് ടു ലിവർ എന്ന് വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷെ നമ്മളിൽ എത്ര പേരാണ് അത് ഫോളോ ചെയ്യുന്നത് എന്നുള്ളൊരിതുണ്ട്, അല്ലെങ്കിൽ എത്ര പേരിൽ അതിൽ അവെയർ ആണ് എന്നുള്ളതുണ്ട്. ഞാൻ ക്ലിനിക്കിൽ വരുന്ന മിക്കവാറും ആൾക്കാരോട് പറയാറുണ്ട്, അതായത് പറഞ്ഞാൽ നമ്മൾ പത്രം എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചികിത്സാ സഹായം ചോദിച്ചിരിക്കുന്നത് ഒന്നുകിൽ ലിവർ കേസസിലായിരിക്കും അല്ലെങ്കിൽ കിഡ്നി കേസസിലായിരിക്കും. നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു കുടുംബം, ആ കുടുംബം ഒന്നുമല്ലാതായി പോകാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ഒരു അസുഖം ധാരാളമാണ്. ബിക്കോസ് അതിന്റെ ഒരു ട്രീറ്റ്മെന്റിന്റെ കോസ്റ്റ് ആണ് അത്, അങ്ങനെ തന്നെയാണ്. ആ ട്രീറ്റ്മെന്റിന്റെ കോസ്റ്റ് ആണത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ ചെറിയതായിട്ടിരിക്കുമ്പോൾ തന്നെ നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ഇതെന്ന് വെച്ചാൽ. ബിക്കോസ് അവരത് അനുസരിക്കുകയോ അനുസരിക്കാതിരിക്കുകയോ ചെയ്യട്ടെ. നമുക്ക് നമ്മൾ OP വരുന്ന കേസസിൽ കൂടിപ്പോയാൽ ഒരു 5 മിനിറ്റ് അത്ര തന്നെ നമുക്ക് എടുക്കുള്ളൂ. ഇത്രയും ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാല് ഇത് ലിവർ സിറോസിസ്, അതായത് ഈ നമ്മൾ ഗ്രേഡ് 3 ഒരു കേസ് ഗ്രേഡ് 3 നമുക്ക് കിട്ടുകയാണെന്ന് വെക്കണം. ആ ഒരു ഗ്രേഡ് 3 കിട്ടി നമുക്കൊരു 1 മാസം അല്ലെങ്കിൽ 1.5 മാസം നമ്മൾ ചികിത്സിക്കുകയാണ്. ഞാൻ ഒരു സയന്റിഫിക് സൈഡല്ല, ഞാൻ എന്റെ ക്ലിനിക്കിന്റെ ആസ്പെക്റ്റിൽ പറയുകയാണ്. നമ്മളൊരു 1 മാസം അല്ലെങ്കിൽ 1.5 മാസം ട്രീറ്റ് ചെയ്യാന്ന് വെക്കണം. അപ്പൊ എന്നിട്ട് നമ്മൾ സ്കാൻ എടുക്കുമ്പോൾ ഗ്രേഡ് 3 വന്നിട്ട് മിക്കവാറും കേസസിൽ ഗ്രേഡ് 1ലേക്ക് പോകാറുണ്ട്. ചില കേസസിൽ ഗ്രേഡ് 2 തന്നെ നിൽക്കാറുണ്ട്, അല്ലാത്തതൊക്കെ ഗ്രേഡ് 1 പോകാറുണ്ട്. ഈ ഗ്രേഡ് 1 പോയില്ല എങ്കിൽ നിർബന്ധമായിട്ടും നമ്മൾ ഫൈബ്രോ സ്കാനും ബാക്കി കുറച്ചും കൂടെ മേലേക്കുള്ള ടെസ്റ്റുകൾ ചെയ്ത് നോക്കാൻ അവരോട് അഡ്വൈസ് കൊടുക്കാറുണ്ട്. താഴേക്ക് വരേണ്ടതാണ്, കാരണം ഹോമിയോ മെഡിസിൻസ് അത്ര എഫക്റ്റീവ് ആണ്. എന്നിട്ടും താഴേക്ക് വന്നില്ല എങ്കിലാണ് നമ്മൾ എന്തുകൊണ്ട് വന്നില്ല എന്നുള്ളത് നമ്മൾ പിന്നെ അത് നോക്കുക. 3 മന്ത്സ് നമ്മൾ യൂഷ്വലി 6 മന്ത്സ്, ഇതുവരെ ഒരു കേസിലും 6 മന്ത്സ് എടുത്തിട്ടില്ല. ഒരു 3 മന്ത്സ് അല്ലെങ്കിൽ മാക്സിമം പോയാൽ ഒരു 3.5 മന്ത്സിൽ നമ്മൾ അത് മെയിൻറ്റെയിൻ ചെയ്തെടുക്കാൻ സാധിക്കാറുണ്ട്.
പിന്നെ കോമോർബിഡാലിറ്റീസ് ഇല്ല എങ്കിലാണ്, അല്ലെങ്കിൽ ഇതിനിടയിൽ മറ്റെന്തെങ്കിലുമൊക്കെ അസുഖം വന്ന് ഈ മരുന്ന് എടുക്കാൻ പറ്റാതെയോ അല്ലെങ്കിൽ ട്രാവലോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഓക്കെ, ആ ഒരു കാര്യത്തിനെ പറ്റി അല്ല പറഞ്ഞത്, അല്ലാതെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. പിന്നെ ഇതിനകത്ത് എന്ന് പറഞ്ഞാല് നമ്മള് ടെസ്റ്റുകൾക്ക് വന്നിട്ട് നമ്മൾ അങ്ങനെ എന്താ പറയാ, പിന്നെ ഇതില് FBS BPBS നോക്കണം, HbA1c നോക്കണം. അവർക്ക് ഓൾറെഡി ഡയബറ്റിക് ആണോ അല്ലേ എന്നുള്ളതല്ല, എന്നാലും നമുക്കതൊന്നും ഭാവിയിൽ ഇവർക്ക് ഡയബറ്റീസ് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മളെ മരുന്ന് അത് ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഹോമിയോ മരുന്ന് കഴിക്കുന്നവരെ എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല ഡോക്ടർ. എന്റെ കുറച്ച് ബന്ധുക്കളൊക്കെ പറഞ്ഞതാണ് ഹോമിയോ കഴിച്ചാൽ ഡയബറ്റീസ് വരുമെന്ന്. ഓക്കെ, അങ്ങനെയല്ല. ഇവരെ കഥ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവണം കുറച്ചു ദിവസം കഴിയുമ്പം ഇവര് ഡയബറ്റിക് ആവാനുള്ള സാധ്യത ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവണം. അപ്പൊ നമ്മൾ അത് ആദ്യമേ പറയാം. എന്നാലും നമ്മൾ ഇടയിൽ നമ്മൾ തന്നെ നോക്കാം. അവരെവിടെയെങ്കിലും പോയി നോക്കി വരിക ഉള്ളതല്ല. അതുപോലെ തന്നെ CRPയും ഫെർട്ടിനും നോക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇരുമ്പിന്റെ അംശത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. അതായത് അത് നമുക്ക് അത്യാവശ്യമുള്ള ഘട്ടത്തിൽ നോക്കുന്നത് നല്ലതാണ്. പിന്നെ ഇമേജിംഗ് ടെസ്റ്റുകളിൽ നമുക്കറിയാം അൾട്രാസൗണ്ട് നമ്മൾ എടുക്കാറുണ്ട്, അതുപോലെ തന്നെ ഫൈബ്രോ സ്കാൻ എടുക്കാറുണ്ട്. പിന്നെ അത്യാവശ്യമുള്ള കേസസിൽ വന്നിട്ട് MRI എടുക്കുന്നതിലും തെറ്റൊന്നുമില്ല. പക്ഷെ MRI എടുക്കുമ്പോൾ MRI വന്നിട്ട് PDFF ആണ് എടുക്കേണ്ടത്. പിന്നെ അത് ചില കേസസിൽ ബയോപ്സി അതിന്റെ അടുത്ത ഘട്ടം എന്നുള്ള രീതിയിൽ നമ്മൾ ബയോപ്സി ചെയ്യേണ്ട കേസസ് വരാറുണ്ട്. എല്ലാ കേസസിലും എന്നുള്ളതല്ല. നമ്മൾ ഈ ടെസ്റ്റ് വിടുന്ന ആൾക്കാർക്ക് അത് എടുക്കാനുള്ള കഴിവുണ്ടോ പ്രാപ്തി ഉണ്ടോ എന്നുള്ളത് ഒരു ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഒന്നുമില്ലാത്തൊരു മനുഷ്യൻ കടം വാങ്ങിച്ചും പണയം വെച്ചും കുറെ ടെസ്റ്റ് ചെയ്ത് വന്നിട്ട് നിങ്ങൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്ന് നമ്മൾ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ അവരുടെ ഉള്ളിൽ സന്തോഷമല്ല ഉണ്ടാവുക. ഞാൻ എത്രയോ തവണ എന്റെ പല സീനിയേഴ്സിന്റെ ഫ്രണ്ടിൽ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. അവരെ കണ്ണിൽ അപ്പം ഉണ്ടാവുന്ന ആ ഒരു ദൈന്യത കണ്ടിട്ടുണ്ട്. അങ്ങനെയല്ല, നമ്മൾ അത്രയും നെസസറി ആണെങ്കിൽ മാത്രം വിടാം. പിന്നെ എന്താ പറയാ, 100% കോൺഫിഡന്റ് ആയിട്ടും ആത്മാർത്ഥതയോടുകൂടി തന്നെ എനിക്ക് പറയാൻ പറ്റും, ഈ കാലയളവിലൊന്നും ഞാൻ ഒരു ലാബിൽ നിന്നും അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥലത്തു നിന്നും ഒരു കട്ട് ബാക്ക് എന്ന് പറഞ്ഞൊരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു പ്രൊസീജിയർ ഞങ്ങൾക്കില്ല. പകരം ഞങ്ങൾ പറയാന്ന് പറഞ്ഞാൽ, ഞങ്ങൾ പറയുന്ന സ്ഥലത്ത് നിങ്ങൾ പോയി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്ര പൈസ കുറച്ച് കിട്ടും എന്നുള്ളതാണ് നമ്മൾ പറയാം. പിന്നെ നമ്മൾ വീണ്ടും അമിതാഹാരത്തിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ അത് പറയാം. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാല് ഇവരിൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ദഹനത്തിന്റെ പ്രശ്നം പറഞ്ഞു. ആ ദഹനത്തിന്റെ താളപ്പിഴ എവിടെയാണെന്ന് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കുക. അല്ലെങ്കിൽ അവരുടെ ബോഡിയിൽ ഇൻസുലിന്റെ പ്രതിരോധം അതെങ്ങനെയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. വ്യായാമം എന്തുകൊണ്ടാണ് ഇവർക്ക് നല്ലതാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക. നമ്മള് മീനും ഇറച്ചിയും ഒന്നും കഴിക്കണ്ട എന്ന് ഇവരോട് പറയുകയാണെന്ന് വെക്കുക, എത്ര ദിവസം അവരത് ഫോളോ, ഇത് ഫ്രൈഡ് ഐറ്റംസ് കഴിക്കണ്ട എന്ന് പറയുമ്പോൾ എത്ര ദിവസം അവരത് ഫോളോ ചെയ്യും എന്നുള്ളത് നമുക്കറിയില്ല. അപ്പൊ നമുക്ക് പറയാം, നിങ്ങൾക്ക് കറിയായിട്ടോ ഗ്രില്ല് ചെയ്തോ ആവിയിൽ വേവിച്ചോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക്, നമ്മൾ ഡയറ്റും ബാക്കി കാര്യങ്ങളൊക്കെ പറയുമ്പോഴും അവരെ ഇങ്ങനെ ഓൾറെഡി കരൾ രോഗങ്ങൾ ഇപ്പൊ നമ്മൾ എല്ലാവരും ഇങ്ങനെ വലിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ കൂടെ നമ്മൾ ഡയറ്റും കൂടെ ഒക്കെ പറഞ്ഞ് അവരെ അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നതിലല്ല. പക്ഷെ എന്തായാലും നമ്മൾ കൊഴുപ്പിനോട് സേ നോ, അങ്ങനെ തന്നെയാണ്. കൊഴുപ്പിന് വിട എന്ന് പറഞ്ഞ പോലെ നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യാനുള്ളത്. പിന്നെ നമ്മൾ എന്താ പറയാ, മില്ലറ്റ്സ് ഒക്കെ കഴിക്കുന്നത് നല്ലതാണ്. ആക്ച്വലി കാപ്പി നമുക്ക് പറ്റുമോ ഇല്ലേ എന്നുള്ളതല്ല. കാപ്പി ഇവര് ഒരു എന്താ പറയാ, ഒരു അത്യാവശ്യം അളവിൽ കഴിക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ്. ഇവര് കഴിക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവർക്ക് വന്നിട്ട് ബദാം എടുക്കാം, വാൽനട്ട് എടുക്കാം, അണ്ടിപ്പരിപ്പ് എടുക്കാം, പിന്നെ മില്ലറ്റ്സ് എടുക്കാം, പിന്നെ എന്താ സൺഫ്ലവർ സീഡ് എടുക്കാം, പംകിൻ സീഡ് എടുക്കാം, വെളുത്തുള്ളി എടുക്കാം, പിന്നെ കുറഞ്ഞ അളവിൽ കാർബോഹൈഡ്രേറ്റ്സ് എടുക്കാം. അങ്ങനെയൊന്നുമില്ല. പിന്നെ നമ്മള് പിന്നെ ഇത് ഓട്സ് പ്രോട്ടീൻ ദോശ എന്ന് പറയും. അത് നമ്മൾ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. അതിനകത്ത് വേറെ ഒന്നുമില്ല, ഓട്സ്, മുട്ടയുടെ വെള്ള, ബീട്രൂട്ട്, പിന്നെ ഉപ്പ്, ക്യാബേജ്, ഇഞ്ചി, പച്ചമുളക്, അങ്ങനെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ട് അങ്ങനെ കഴിക്കാൻ പറയാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ വാഴക്കൂമ്പൊക്കെ കിട്ടുന്ന ആൾക്കാരാണെങ്കിൽ അത് വെച്ചിട്ടൊക്കെ അവരോട് നമ്മൾ എടുക്കാൻ പറയാറുണ്ട്. പിന്നെ നമ്മൾ എപ്പോഴും ഞങ്ങൾ പൊതുവെ എന്ന് വെച്ചാല് നമ്മൾ എന്ത് കഴിക്കും, ഇപ്പൊ നമ്മുടെ അടുത്ത് ഒരാള്
എന്തൊക്കെ കഴിക്കാൻ പറഞ്ഞാലും നമ്മൾ കഴിക്കും. നമ്മുടെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് നമ്മൾ എന്തൊക്കെ കഴിക്കും അങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുക. ഇപ്പൊ സ്ത്രീകളൊക്കെയാണ് ഒരു ഇത് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ചെറുപയർ റാഗി ദോശ, ചെറുപയറും റാഗിയും കൂടെ വെച്ചിട്ട് ദോശ ഉണ്ടാക്കി കഴിക്കാൻ പറയാറുണ്ട്. മുതിര ചമ്മന്തി കഴിക്കാൻ പറയാറുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ക്യാരറ്റ് പുട്ട് നല്ല ടേസ്റ്റ് ആട്ടോ. അതിപ്പോ അവർക്ക് മാത്രമല്ല നമ്മൾ കഴിച്ചുള്ളത് അങ്ങനെ തന്നെയാണ്. അതൊക്കെ എടുക്കാൻ പറയാം. പിന്നെ നമുക്കറിയാം മാതള നല്ലതാണ്, പിന്നെ ചുമന്ന അരി നല്ലതാണ്, നെല്ലിക്ക നല്ലതാണ്, ഇലക്കറികളൊക്കെ നല്ലതാണ്, ഉണക്കമുന്തിരി നല്ലതാണ്, എള്ള് നല്ലതാണ്. ഞാൻ മിക്കവാറും ക്ലാസ്സിൽ പറയണ പോലെ എന്നെ ഇങ്ങനെ എള്ളുരുണ്ട ആന്റിയും എള്ളുണ്ട ആന്റിയൊക്കെ ആക്കിയ കുറെ മക്കളുണ്ട്. കാര്യം എൻ്റെ അടുത്ത് വരുമ്പോൾ മരുന്നിനേക്കാൾ കൂടുതൽ അവർക്ക് എള്ളുണ്ട കിട്ടുന്നുള്ളൊരു ഫീലാണ്. എള്ള് നമ്മൾ മിക്കവാറും എല്ലാ ഡയറ്റിലും യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ ആ എള്ള് ഓരോ അസുഖത്തിനും ഓരോ തരത്തിലുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്താണ് നമ്മൾ വിടുന്നത് എന്നുള്ളതേ ഉള്ളൂ. എള്ള് മെയിൻ ആണ്. അത് ഈ പറഞ്ഞ പോലെ നല്ല ക്വാളിറ്റി ഉള്ള എള്ളായിരിക്കണം എന്നുള്ളതാണ്. പിന്നെ ശർക്കര അല്ലെങ്കിൽ കരിപ്പെട്ടിയൊക്കെ നമ്മൾ ഉപയോഗിക്കാൻ പറയാറുണ്ട് ചില കേസസിൽ. ഇതിലല്ല, അല്ലാതെ ചില കേസസിൽ നമ്മൾ യൂസ് ചെയ്യാൻ പറയാറുണ്ട്. അപ്പോഴും മറയൂർ അവിടുന്ന് അല്ലെങ്കിൽ അതുപോലെ നല്ല സ്ഥലത്ത് നിന്ന് ഉണ്ടാക്കി എടുക്കുന്നതാണെങ്കിൽ ക്വാളിറ്റി മാറ്റേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പൊ അത്രയും നല്ലതായിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കണം. അത് കുറച്ച് ഉപയോഗിച്ചാലും കുഴപ്പമില്ലാന്ന് നമ്മളെ മെഡിസിൻസ് പോലെ തന്നെയാണ്. നമ്മൾ ഉപയോഗിക്കുമ്പോൾ നല്ലത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. പിന്നെ പേഷ്യൻസിന്റെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് ഇവരുടെ ഒരു ധാരണ എന്ന് പറഞ്ഞാല് ഹോമിയോ മരുന്നല്ലേ, അതിന് വെറുതെ കിട്ടുമല്ലോ എന്ന് വരുന്ന ആൾക്കാരുണ്ട്. അങ്ങനൊന്നുമല്ല. നമ്മളെ മെഡിസിൻസിനും ഈ പറഞ്ഞ മാതിരി തന്നെ കോസ്റ്റ് ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പം അടുത്ത കാലത്ത് ക്രോക്കസ് സറ്റൈവസ് കൊടുത്തൊരു കേസുണ്ട്. ആ ക്രോക്കസ് സറ്റൈവസ് ടിഞ്ചറിന്റെ ജർമ്മൻ ക്രോക്കസ് സറ്റൈവസ് ടിഞ്ചറിന്റെ വില എത്രയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നുള്ളൊരു കാര്യമാണ്. പക്ഷെ അത് വന്നിട്ട് എനിക്ക് തോന്നുന്നു 100 ml വന്നിട്ട് 8,000, 7,000 or 8,000 ആണ്. അപ്പൊ ഇത് ആ പേഷ്യന്റിന് നമ്മളൊരു 10 ml 20 ml അല്ലെങ്കിൽ 30 ml കൊടുക്കുമ്പോൾ ആ പേഷ്യന്റിന് ഈ ഒരു മരുന്നിന് മാത്രം എത്ര കോസ്റ്റ് ആവും എന്നുള്ളത് നമ്മൾ ആലോചിക്കാം. അങ്ങനെ വരുന്ന കേസസിൽ നമ്മൾ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ അത് അഫോർഡബിൾ ആയിട്ടുള്ളവർക്ക് അത് കൊടുക്കാറുണ്ട്. അല്ല എങ്കിൽ നമ്മൾ അവരോട് നല്ല ക്വാളിറ്റിയിലുള്ള കുങ്കുമപ്പൂ വാങ്ങിയിട്ട് അത് അവരുടെ ആവശ്യാനുസരണം അതെങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ അത് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഉറക്കക്കുറവും ബാക്കി കാര്യങ്ങളൊക്കെ ഉള്ളപ്പം നമുക്കത് എഫക്റ്റീവ് ആയിരിക്കും എന്നുള്ളതാണ്. പിന്നെ വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, എക്സസൈസ് മാറ്റേഴ്സ്. മെഡിസിൻ പോലെ തന്നെ എക്സസൈസ് മാറ്റേഴ്സ്. നമ്മൾ എപ്പോഴും കാം ആൻഡ് കൂൾ ആയിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഓറ കറക്റ്റ് ആണെങ്കിൽ, നമ്മൾ എപ്പോഴും പോസിറ്റീവ് ആണെങ്കിൽ നമ്മുടെ മുന്നിലേക്ക് വരുന്നവരിലും നമുക്ക് ആ പോസിറ്റിവിറ്റി സപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അത് നമ്മൾ ഹോമിയോ ഡോക്ടേഴ്സിന്റെ മാത്രം ഒരു കഴിവായിട്ടോ അല്ലെങ്കിൽ എന്താ പറയാ ഒരു ആട്രിബ്യൂട്ട് ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ തന്നെ വന്നൊരു കാര്യമായിട്ടോ അങ്ങ് വിചാരിക്കാന്നുള്ളതാണ്. ഇനി 6 മിനിറ്റ് ആണുള്ളത്. ഡോക്ടറുടെ ക്ലാസ് കഴിഞ്ഞോ? ഇല്ല, ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ്. സാധാരണ അങ്ങനെയാണല്ലോ ഇപ്പൊ. അപ്പൊ ഇതിന്റെ രണ്ടാം ഭാഗം കാണുമോ ഡോക്ടറെ? രണ്ടാം ഭാഗം മാഡം ആക്ച്വലി എന്താണെന്നറിയാമോ, ഞാൻ എന്തൊക്കെയോ വിൽ ട്രൈ, കുറച്ച് തിരക്കുള്ളത് കൊണ്ട് വിൽ ട്രൈ. എന്തായാലും ആർക്ക് ഒരു 5 മിനിറ്റ് നമുക്കുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യണേ. ഈ ഡോക്ടർ ഇന്നെടുത്ത ക്ലാസ്സിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണം. ആർക്കെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിലും. ഹരിഹരൻ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. സാറ് അൺമ്യൂട്ട് ചെയ്യാം. ഹലോ, പറയാം സാർ. കേക്കാമോ? കേക്കാം. ഞാൻ കൊള്ളാം, ഡോക്ടറുടെ ക്ലാസ് കൊള്ളാം, നന്നായിരിക്കുന്നു. അപ്പോൾ അതൊന്ന് അപ്രീസിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ വന്നതാണേ. ഡോക്ടറെ, ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ? അതായത് ഈ ഫിസിക്കൽ അപ്പിയറൻസിൽ ഡോക്ടർ ഈ കരൾ രോഗികളുടെ ഫേസും ഫിസിക്കൽ അപ്പിയറൻസും
അവരുടെ സ്കിന്നും ഒക്കെ ഒറ്റ നോട്ടത്തിൽ എന്തെങ്കിലും വ്യത്യാസം കണ്ടിട്ടുണ്ടോ? ഇവര് കേൾക്കാമോ? വരുമ്പോ കേൾക്കാം സാർ. മിക്കവാറും കരൾ രോഗികൾ നമ്മളെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും സാർ. ഇവിടെ വന്നിട്ട് ഒരു ഡിസ്കളറേഷൻ അവർക്ക് ഉണ്ടായിരിക്കും. അതായത് അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ നമ്മൾ ബട്ടർഫ്ലൈ റാഷസ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ കൊളാസ്മ മെലാസ്മ എന്നൊക്കെ പറയുന്ന പോലെ ഇവിടെ ഇത് ഞാനീ പറയുന്നത് കണ്ടീഷൻസ് അവിടെ നിൽക്കട്ടെ. ഇതിനകത്ത് ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ കറുത്ത് കിടക്കുന്ന പാച്ചസ് ആയിട്ടോ അല്ലെങ്കിൽ ബ്രൗണിഷ് സ്പോട്ട്സ് ആയിട്ടോ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് ചില കേസസിൽ. ചില കേസസിൽ എന്താ പറ്റുകയെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഇവിടെ വന്നിട്ട് അവർക്ക് വന്നിട്ട് ഞാൻ നേരത്തെ ഒരു കൊളാസ്മ എന്ന് പറഞ്ഞല്ലോ, ചെറിയ വൈറ്റ് സ്പോട്ട്സ് വന്നിട്ട് അതിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിക്കുന്ന നമുക്ക് കാണാൻ പറ്റും. പക്ഷെ പേഷ്യന്റ് അതിനായിരിക്കില്ല നമ്മുടെ അടുത്തേക്ക് വരിക. ഞാൻ ഒന്നുകൂടെ പറയാണ്, അരിഹൻ സാറിന്റെ അത്ര എക്സ്പീരിയൻസ് എനിക്കില്ല. അതുപോലെ തന്നെ ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരുപാട് പേര് ക്ലാസ്സിലുണ്ട്. ഞാൻ എൻ്റെ പരിമിതമായ ഒരു കാഴ്ചപ്പാടിനകത്ത് നിന്ന് പറയുന്നതാണ്. അപ്പൊ അതിനകത്ത് ആരോടാണ് പറയുന്നത് എന്ന് എനിക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് ഇതിങ്ങനെ അത് നമുക്ക് അങ്ങനെ കാണാൻ പറ്റാറുണ്ട് സാർ. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ചില കേസസിൽ എന്താന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമുക്ക് അങ്ങനെ പറ്റൂല. പക്ഷെ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ ഈ നെറ്റിയുടെ മേലെ വന്ന് ഈ ഒരു ഭാഗത്ത് വന്നിട്ട് വെയിലടിച്ച് കറുത്ത മാതിരി, അതായത് പക്ഷെ അവരോട് നമ്മൾ ചോദിക്കുമ്പം അവർ മാർക്കറ്റിംഗ് ഫീൽഡിലോ അങ്ങനെയൊന്നും ആയിരിക്കില്ല, അല്ലെങ്കിൽ അത്ര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരാളായിരിക്കില്ല. അത് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യും. പിന്നെ ഇമോഷണൽ കാര്യങ്ങൾ അതെങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഒരാള് നമ്മളെ ഫ്രണ്ടിൽ വന്നിരിക്കുമ്പോൾ അയാളുടെ ഒരു ഇത്രയും പോർഷൻ, അതായത് കണ്ണിന്റെ ഇവിടെയുള്ള ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അത്രയും കാണുമ്പോൾ, അല്ലെങ്കിൽ അയാളുടെ എല്ലാ മനുഷ്യരും കണ്ണിനകത്തൊരു തിളക്കം ഉണ്ടായിരിക്കുമല്ലോ നോർമലി. അല്ല, നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അതെനിക്ക് അറിയില്ല. അത് അവരെ കാണുമ്പം നമുക്ക് ആ കണ്ണ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അവർ എത്രത്തോളം സഫർ ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ എന്തുമാത്രം താണ്ടിയാണ് അവർ വന്നിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പൊ നമ്മള് അല്ലെങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ ഒന്ന് രണ്ട് കാര്യങ്ങൾ. പിന്നെ ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒബീസ് ആയിട്ടുള്ള ആൾക്കാർ. ഈ ഒബീസ് ആയിട്ടുള്ള ആൾക്കാരാണ് ഷോർട്ട് സ്ലീവ് ഇട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ അവരെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് ഇവിടെ സ്ട്രയേഴ്സ് കാണാൻ പറ്റും സാർ. നമ്മൾ അതുണ്ട്, എല്ലാവരിലും അല്ല, പക്ഷെ അത് ഉള്ള ആൾക്കാരിൽ ഉറപ്പായിട്ടും നമ്മൾ ടെസ്റ്റ് വിടുമ്പം എന്തെങ്കിലുമൊക്കെ വ്യത്യാസം കാണാറുണ്ട്. പിന്നെ വയറിന്റെ പ്രശ്നം, വയറ് അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉറപ്പായിട്ടും അവരെ വയറിനുണ്ടായിരിക്കും. ഒന്നീ കോൺസ്റ്റിപ്പേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഡയേറിയ ആയിരിക്കും, അല്ലെങ്കിൽ കഴിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ബാത്റൂമിൽ പോകണം, അല്ലെങ്കിൽ കല്ലിരിക്കുന്ന പോലെ, അല്ലെങ്കിൽ വയറ് വീർത്തിരിക്കുന്ന പോലെ, അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം കാണും. കറക്റ്റ്. വെരി ഗുഡ്, വെരി ഗുഡ്. കൊള്ളാം. ഡോക്ടറുടെ ഒബ്സർവേഷൻ ഇത് പറഞ്ഞതെല്ലാം ശരി തന്നെയാണ്. പിന്നെ അഡീഷണലി ഒരു കാര്യം കൂടെ ചിലപ്പം കാണാം, മുട്ടിന് താഴെ കാലിൽ നീരും കാണും, കറുപ്പും കാണും. ലിവർ ഡിസീസിനല്ല കൂടുതലും. ഇത്തിരി സീരിയസ് ആയ പ്രശ്നങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാവും കാലിന് നല്ല കറുപ്പും നീരും. കൊള്ളാം ഡോക്ടറെ, വെരി ഗുഡ്. ഞാൻ ചുമ്മാ ചോദിച്ചെന്നുള്ളതേ ഉള്ളൂ. ഡോക്ടർ ഒബ്സർവേഷൻ വളരെ കറക്റ്റാണ്. ഞാൻ ഒബ്സർവ് ചെയ്യുന്നതാണ് ഈ കാര്യങ്ങളെല്ലാം. അപ്പോൾ ഞാൻ ഡോക്ടറൊക്കെ ചോദിച്ചെന്ന്. ഡോക്ടർ നന്നായിരിക്കുന്നു. നല്ല നല്ല ഒബ്സർവേഷൻ. എന്ന് വെച്ചാൽ ഇതാണ് നമുക്ക് മുഖ്യമായിട്ട് വേണ്ടത്. ഒരു രോഗി കയറി നമ്മുടെ ക്ലിനിക്കിൽ വന്ന് നമ്മുടെ മുന്നിൽ സ്ഥിരിക്കുമ്പോൾ വി ഹാവ് ടു ഒബ്സർവ് ദറ്റ് പേഷ്യൻറ്റ്. ആ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. കിഡ്നി പേഷ്യൻസിനെ ഇതുപോലെ തന്നെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. കിഡ്നി ക്രിയാറ്റിൻ കൂടുതലുള്ള പേഷ്യൻസിനെ നമുക്ക് ഇതുപോലെ തന്നെ ഐഡന്റിഫൈ ചെയ്യാം. മുഖത്ത് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, കയ്യിൽ നോക്കുമ്പോൾ അറിയാം, അതുപോലെ തന്നെ കാലേ നോക്കുമ്പോൾ അറിയാം. അത് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് കുറേ എക്സ്പീരിയൻസ് കൊണ്ടേ നമുക്കത് മനസ്സിലാവുള്ളൂ. ഇപ്പൊ ഡോക്ടർക്ക് ഈ കാര്യത്തിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഡോക്ടർ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. വെരി ഗുഡ് ഡോക്ടറെ. നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവട്ടെ ഡോക്ടർ. നന്ദി ഹരിഹരൻ സാറേ. ഇനി അടുത്തത് ഷീല ഡോക്ടർക്ക് സംസാരിക്കാം. ഡോക്ടർ ജി നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ, എന്റെ സംശയം, ഡോക്ടർ പറഞ്ഞല്ലോ ആൽക്കഹോളിക് ആയിട്ടുള്ള പേഷ്യൻസിന് നമ്മൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മെഡിസിൻ കൊടുക്കുമ്പോൾ അവർക്ക് വോമിറ്റിംഗ് സെൻസേഷൻ വരും എന്ന് പറഞ്ഞല്ലോ.
അതിന് എന്ത് മെഡിസിനാണ് കൊടുക്കുന്നത്? അങ്ങനെ സാധാരണ ഭയങ്കര ആൽക്കഹോളിക് ആയിട്ടുള്ളവർക്ക് ഒരു വിഡ്രോവൽ സിംറ്റംസ് വരുത്താനായിട്ട് നമ്മൾ നോഷ്യ ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് ആ മെഡിസിൻ കൊടുത്താൽ അത് എന്ത് മെഡിസിനാണ് ഡോക്ടർ കൊടുക്കുന്നത്? അത് വന്നിട്ട് മാഡം ഞാൻ തുടക്കത്തിലൊക്കെ കൊടുത്തോണ്ടിരുന്നത് കൊർക്കസ് ആണ് കൊടുത്തോണ്ടിരുന്നത്. പിന്നെ ആസിഡ് സൾഫ് കൊടുത്തിരുന്നു. പിന്നെ നമ്മൾ വന്നിട്ട് നമ്മളുടെ മെഡിസിൻസ് ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പിക്കാക്ക് ആണെന്ന് വെക്കൂ, ഒരു ഉദാഹരണം പറയാം. അത് ഞാൻ അതിലേക്ക് എത്തുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാല് നമ്മൾ എപ്പോഴും പറയുമല്ലോ, നമ്മൾ മരുന്ന് കൊടുക്കുമ്പം രോഗം കുറയുന്നത് മാത്രമല്ല, രോഗമില്ലാത്ത ഒരാളിൽ ഡിസീസ് സിംറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മളെ മെഡിസിൻ ഉണ്ട് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, അങ്ങനെ ഒരു കപ്പാസിറ്റി നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഇപ്പിക്കാക്ക് കൊടുക്കാമല്ലോ. അപ്പൊ മെറ്റീരിയൽ ഡോസ് കൊടുക്കും. അപ്പൊ ഡോസ് എങ്ങനെ കൊടുക്കും? അത് ഡിപ്പെൻസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില കേസസിൽ റിപ്പീറ്റഡ് ആയിട്ട് 30 കൊടുക്കും, ചില കേസസിൽ 0 ബാർ കൊടുക്കും, ചില കേസസിൽ വന്നിട്ട് 1 കൊടുക്കും. അത് once in 3 days അങ്ങനെ കൊടുക്കാം ഒരു ഡോസ്. അങ്ങനെ കൊടുക്കുമ്പോ അപ്പൊ അവർക്ക് ആ വോമിറ്റിംഗ് അങ്ങനത്തെ സെൻസേഷൻ ഈ ഫീൽ അവർക്കുണ്ടാവും. ഓക്കെ ഓക്കെ. അപ്പൊ ഏതൊക്കെ മെഡിസിനാ പറഞ്ഞത്? കൊർക്കസും ആസിഡ് സൾഫാണ് മെയിൻ ആയിട്ട് ടിഞ്ചേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാം. ആസിഡ് സൾഫോ? ഇല്ല, ആസിഡ് സൾഫർ ടിഞ്ചേഴ്സ് എല്ലാ 3 years കൊടുത്താൽ മതി. കാര്യം ആസിഡ് സൾഫർ എന്ന് പറയുമ്പോഴത്തേക്ക് അത് ടിഞ്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് അത് കുറച്ചുകൂടെ ഒരു അത് ടിഞ്ചർ വേണ്ട. അത് ടിഞ്ചർ വേണ്ട ഡോക്ടറെ. 3x കൊടുത്താൽ മതി. അത് ആസിഡ് സൾഫർ 3x അല്ലേ? 3x കൊടുത്താൽ മതി. മറ്റേ ഒരു 2 ഡ്രോപ്സ് ആണ് കൊടുത്തോണ്ടിരുന്നത്, ഇനി 3x. അതെ, 3x കൊടുത്താൽ മതി. എന്താ വെച്ചാല് ടിഞ്ചർ എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടെ കോൺസെൻട്രേറ്റഡ് ആയില്ലേ, അത് അങ്ങനെ കൊടുക്കണ്ട. പക്ഷെ കോർക്കസ് ഇറ്റ് ഈസ് ഓക്കെ, കുഴപ്പമൊന്നുമില്ല. അതുപോലെ ലിവർ കംപ്ലൈൻസിന് ടിഞ്ചേഴ്സ് കൊടുക്കാവോ ഡോക്ടറെ? അധികം കാരണം ആൽക്കഹോൾ ബേസിക് ആകുമ്പോഴത്തേക്ക് അങ്ങനെ കൂടുതൽ കൊടുക്കാൻ പറ്റുമോ നമ്മുടെ മെഡിസിൻ? അല്ല, ഇത് ലിവർ ഡിസീസിന്റെ അല്ല ഡോക്ടർ പറഞ്ഞ ആൽക്കഹോൾ വിഡ്രോ ചെയ്യുന്നതിന്റെ കാര്യമായി ഇപ്പൊ സംസാരിച്ചത്. അതെ, അത് തന്നെ. അപ്പം അവർക്കെന്ന് വെച്ചാൽ അതായത് ഹിസ്റ്ററി ഓഫ് ലിവർ ഡിസീസ് ഉണ്ട്, പക്ഷെ അവര് ആൽക്കഹോളിക്കും ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ അത് ഡോസ് കുറച്ച് കൊടുക്കണം ഡോക്ടർ. കാരണം ആൽക്കഹോൾ ബേസ് കൊടുക്കാതെ ഈ പറഞ്ഞ ട്രൈച്ചുറേഷൻസ് ഓക്കെ ആയിരിക്കും അപ്പൊ. അതെ, ട്രൈച്ചുറേഷൻ ആണ് നല്ലത്. ട്രൈച്ചുറേഷൻ കൊടുക്കുമ്പോ അത് ഒരു റിയാക്റ്റീവ് സിംറ്റം ആണ്. കോർക്കസ് കൊടുക്കുമ്പോഴത്തേക്ക് പിന്നെ അവർക്ക് ഈ ആൽക്കഹോളിന്റെ മണം സ്മെല്ല് കേൾക്കും, മണക്കുമ്പം തന്നെ അവർക്ക് ഒരു ഓക്കാനം പോലെ വരും. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ പക്ഷെ അത് കുറെ നാൾ ഇങ്ങനെ കഴിക്കാതിരുന്ന് കഴിയുമ്പം തിരിച്ചും കാണുന്നുണ്ട് കേട്ടോ. പിന്നെ തിരിച്ചും അവരറിയാതെ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും. അവരറിയാതെ തന്നെ കൊടുക്കാൻ പറ്റും. പിന്നെ സഹകരിക്കുന്ന രോഗികളാണെങ്കിൽ അവര് അല്ലാതെ തന്നെ കൊടുക്കാം. ഇല്ലെങ്കിൽ സഹകരിക്കാത്ത രോഗികളാണെങ്കിൽ നമുക്ക് വൈഫോ അതുപോലെ അടുത്ത ആൾക്കാരുടെയോ ആൾക്കാർ അറിയാത്ത രീതിയിൽ കൊടുത്താലും ഇത് സാധിക്കാവുന്നതാണ്. പക്ഷെ അതിനകത്ത് വേറൊരു ഇതും കൂടെ ഉണ്ട്. നമ്മൾ ആൽക്കഹോൾ വിഡ്രോ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ആൽക്കഹോൾ കഴിക്കുന്നത്, ആ കാരണം കൂടെ നമ്മൾ ചോദിക്കണം. അപ്പൊ അതിന് അതൊരു പ്രധാന ഘടകമാണ്. ഇമ്പോർട്ടന്റ് ആണ്. അത് എന്തുകൊണ്ടാണ് ഇയാള് കഴിക്കുന്നത്. ചിലപ്പോ അയാൾക്ക് ഈ അവേർഷൻ ടു വൈഫ് ആണെങ്കിൽ നമ്മൾ അതിന് മരുന്ന് കൊടുക്കേണ്ടി വരും. പിന്നെ അങ്ങനെ ആ റീസൺ കൂടെ നമ്മൾ നോക്കിക്കൊണ്ട് മൈൻഡിനും കൂടെ നമ്മൾ മെഡിസിൻ കൊടുക്കണം. അപ്പൊ ഹൈലി നല്ല ഇഫക്റ്റ് കിട്ടും. അയക്ക് തന്നെ തോന്നും എനിക്ക് ഞാൻ കുടിക്കുന്നില്ല എന്ന് തോന്നുന്ന ഒരു കണ്ടീഷനിലേക്ക് അയാളുടെ മൈൻഡിനെ കൊണ്ടുവരണം. അങ്ങനത്തെ രോഗികൾ ധാരാളമുണ്ട്. ചില ആൾക്കാരുണ്ട്, ബിസിനസ്സുകാർ ഹൈലി അംബീഷ്യസ് ആണ് അങ്ങനത്തെ ആൾക്കാര്. അതുപോലെ തന്നെ ഹൈലി അംബീഷ്യസ് ആയിരിക്കും. പിന്നെ ഈ പഞ്ചൻ ഫുഡ്സ് ഉണ്ടല്ലോ, എരിവ്, പുളി, ഇതൊക്കെ അതങ്ങനെയുള്ള സാധനങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നവര്, പിന്നെ ഭയങ്കരമായിട്ട് ദേഷ്യം ഉള്ളവര്, അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അങ്ങനെയുള്ള ബിസിനസ്സുകാരുണ്ട്. ഈ സമയത്തിന് ആഹാരം കഴിക്കാൻ പറ്റാത്തവര്, അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇതിന്റെ കൂട്ടത്തിന് അക്സോമിക്ക് കൊടുക്കുന്നത് നല്ലതാണ്. അക്സോമിക്ക് നമുക്കൊരു
ഇനിയിപ്പം നമുക്ക് സമയം കുറച്ചധികം ആയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. അതുപോലെ വൈദ്യൻ ഡോക്ടർ എന്താണ് ചോദിക്കാനുള്ളതെന്ന് ചോദിച്ചിട്ട് നന്ദി കൂടെ പറയണേ. അല്ല, ഈ കാര്യം ചോദിക്കാനില്ല. ഡോക്ടർ നല്ല സെഷനായിരുന്നു. അത് ഇത് ഞാൻ വിരുട്ടത്. പിന്നെ പറയാൻ, ഒരു ഹോമിയോപ്പതി ഡോക്ടർ, സാധാരണ ഒരു ഹോമിയോപ്പതി ഡോക്ടർ ചെയ്യുന്നത് അപ്പുറമായിട്ടാണ്. ഡോക്ടർ ഓർഗോൺ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. ഫോർത്ത് ഓഫ് ഫോർത്തിൽ പറയുന്ന റിസർവ് ഓഫ് ഹെൽത്ത് എന്നുള്ള കാര്യം ഡോക്ടർ നന്നായിട്ട് ഉൾക്കൊണ്ട് നന്നായിട്ട് രോഗികളോട് അത് പറയുന്നുണ്ട്, കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നുള്ള സന്തോഷം അറിയിക്കട്ടെ. അപ്പോൾ ക്ലാസ് വളരെ വളരെ നല്ലതായിരുന്നു. ഒരുപാട് വർഷങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ ഡോക്ടർ വളരെ നിസ്സാരമായിട്ട് ചെയ്ത് ഇത് പറഞ്ഞു തന്നു. വളരെ നന്ദി. കൂടുതൽ അഭിപ്രായങ്ങൾ, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് അത് പറയുന്നില്ല. എന്തായാലും ഹരിഹരൻ സാറ് ഡോക്ടർ കൂട്ടിച്ചേർന്നതും വളരെ നല്ല കാര്യമാണ്. പിന്നെ അതിൽ ഒരു കാര്യം ഓർത്ത് പറഞ്ഞു പറഞ്ഞിട്ട്, ആസിഡ് സൾഫേറ്റ് കൊടുക്കുമ്പം ഈ ക്ലർക്കിന്റെ ഡിക്ഷണറിയിൽ ക്ലർക്ക് പറയുന്നുണ്ട് ആസിഡ് സൾഫേറ്റ് ടിഞ്ചർ ആൽക്കഹോളിൽ മിക്സ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ അത് വലിയ മണ്ടത്തരമാണ്. അത് പാപ്പച്ച സാറിന്, കോട്ടയം കോളേജിലെ കൊച്ചിലെ പ്രിൻസിപ്പളായ ഡോക്ടർ പാപ്പച്ച സാറിനോട് ഈ കാര്യം ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിന്റെ കെമിസ്ട്രി വളരെ മോശമാണ്, അതിനുണ്ടാകുന്ന പ്രിസിപ്പിറ്റേറ്റ് വളരെ ദോഷം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെ മാസ്റ്റേഴ്സ് പറഞ്ഞ കണ്ണടച്ച് വിശ്വസിക്കരുത്, നമ്മൾ സയന്റിഫിക്കുള്ള നോളജ് കൂടെ ചേർക്കണം. അപ്പം ഡോക്ടർ ഈ പോഷകപ്രധാന സംഗതികൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, മാതൃകാപരമായി ചെയ്യുന്നുണ്ട്. ഡോക്ടർ എല്ലാ IFPS പങ്കെടുത്ത എല്ലാവരുടെയും പേരിൽ, എൻ്റെയും പേരിൽ നന്ദി അറിയിക്കുന്നു. നന്ദി വൈദ്യ ഡോക്ടറെ. എന്തായാലും ഇന്ന് ഇത്രയും നല്ല ലിവർ ഡിസീസിനെ കുറിച്ച്, ഫാറ്റി ലിവറിനെ കുറിച്ച് ഇത്രയും നല്ലൊരു ക്ലാസ് എടുത്ത് റഷീദ് ഡോക്ടർക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. അതുപോലെ കൂട്ടിച്ചേർത്ത ഹരിഹരൻ സാറിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ക്ലാസ്സും കൂടെ ഇത് ഉണ്ടെങ്കിൽ കൂടുതൽ പ്രയോജനം ചെയ്യുള്ളൂ. റജി ഡോക്ടർക്ക് അതിന് തയ്യാറാണെങ്കിൽ ഒരു ദിവസം വീണ്ടും വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ ഇതിനോട് അഭിപ്രായങ്ങൾ പറഞ്ഞ് ഷൈല ഡോക്ടർക്കും അതുപോലെ ഷീല ഡോക്ടർക്കും വൈദ്യൻ ഡോക്ടർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ഈ സൂം വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. നമ്മുടെ 2095 പ്രതിദിന സൂം വെബിനാർ വളരെ ഭംഗിയായി ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി.